ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ വീണ്ടും ഒരു പുതിയ സ്കൂൾ ഡ്രാമയായിട്ട് വന്നേക്കുവാണ്. ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള എല്ലാ ഡ്രാമയെ പോലെയും ഇതും ഒരു അടിപൊളിയായിട്ടുള്ള സ്കൂൾ കഥ. സോ ഇപ്പൊ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. ഡ്രാമയുടെ തുടക്കം തന്നെ നമ്മുടെ ഹീറോ ബോഹാനെയാണ് കാണിക്കുന്നത്. അവനെ ഒരു കൂട്ടം ആൾക്കാർ വന്ന് അടിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവരെതിർത്ത് ഫൈറ്റ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ ഇവനൊരുത്തൻ എല്ലാവരും അടിച്ചോണ്ടിരിക്കുന്നത് കാണുമ്പോഴാണ് അവിടേക്ക് ഒരു പെങ്കൊച്ചോടി വന്ന് ഇവനെ രക്ഷിക്കാൻ വേണ്ടി ഈ അടി നിർത്താൻ അവൾ നോക്കും. ഇവളാണ് നമ്മുടെ ഡ്രാമയിലെ ഹീറോയിൻ. ഇവളുടെ പേര് മിങ്ഷി. പക്ഷെ ഇവൾക്ക് ഇവിടെയുള്ള ആരെയും പരിചയമില്ല. അതുകൊണ്ട് മറ്റേ പയ്യന്മാരാണ് ഇവനെ രക്ഷിക്കാൻ വന്ന് അവസാനം നീ ഇത് പെടല്ലേ മോളെന്ന് പറഞ്ഞ് അവൾ ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ വേണ്ടി നോക്കും. പക്ഷെ അവളാണത് കേൾക്കാതെ എനിക്ക് പരിചയമില്ലെങ്കിലും നിങ്ങൾ എല്ലാവരും ഒരാളിട്ട് അടിക്കുന്ന മോശമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞ് അവരെ കടി നിർത്താൻ വേണ്ടി പറയും. പക്ഷെ അവരത് കേൾക്കാതെ ഇവളടിച്ച് പൊട്ടിക്ക് റെഡി ആയിട്ടിരിക്കുമ്പം ഇത് മനസ്സിലാക്കി അവനാണ് ഇനി ഇവിടുന്ന സീനെന്ന് പറഞ്ഞിട്ട് അവളെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോവും. അങ്ങനെ രണ്ടുപേരും കൂടെ ഒരു സ്ഥലത്ത് നിന്ന് പതുങ്ങിയിരിക്കുമ്പോഴാണ് അവളാണ് ബാഗിൽ നിന്ന് ഒരു മുട്ടായി എടുത്തിട്ട് നിങ്ങളെ വേസ്റ്റ് ആക്കുന്ന സോറി എന്ന് പറഞ്ഞിട്ട് അവൾ ആ മുട്ടായി എല്ലാം കൂടെ തറയിലേക്ക് അങ്ങ് വാരി എറിയും. കാരണം അത് റൗണ്ട് ഷേപ്പ് ആയതുകൊണ്ട് ആ വരുന്നവന്മാരെല്ലാരും കൂടെ അതീ ചവിട്ടി സ്ലിപ്പായി അങ്ങ് വീഴും. അങ്ങനെ ആ ചാൻസ് യൂസ് ചെയ്ത് ഇവരവിടെ നിന്ന് എസ്കേപ്പ് ആയി അങ്ങ് പോകും. അങ്ങനെ മെട്രോ അടിച്ച് തിരിച്ച് ഇവർ വീട്ടിലേക്ക് പോകുമ്പോഴാണ് അവിടെ വെച്ച് ഇവർ തമ്മിൽ പരസ്പരം പരിചയപ്പെടും. അങ്ങനെ അവളും എന്റെ പേര് മിങ്ഷി എന്ന് പറഞ്ഞ അവനെ പരിചയപ്പെടുത്തുമ്പം അവളും ബാലൻസ് ഇല്ലാതെ പുറയിലായിട്ടൊന്ന് വീഴാൻ വേണ്ടി പോകും. പക്ഷെ അവനായിരിക്കും അവളെ പിടിച്ചിരുത്തുന്നത്. അതിനുശേഷം അവന്റെ പേരും പരിചയപ്പെടുത്തി കൊടുത്തിട്ട് ഇവരവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോഴാണ് അവളാണ് ഈ തവണ ഇവളുള്ളതുകൊണ്ട് രക്ഷപ്പെട്ട് ഇനി അടുത്ത പ്രാവശ്യം അവന്മാർ അടി ഉണ്ടാക്കാൻ വന്ന എന്തോ എന്ന് പറഞ്ഞ് ഇവനോട് ചോദിക്കും. അപ്പോഴാണ് അവനും ആ യാന്റെ ആൾക്കാരൊന്നും ചെയ്യാൻ പോകുന്നില്ലെന്ന് ഇവന് കൂളായിട്ട് പറയുമ്പം ഇതേക്ക് അവളാണ്. അപ്പൊ അവന് പരിചയം ഉണ്ടായിട്ടാണോ നിങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കാതെ അടികൂടിയെന്ന് പറഞ്ഞ് അവൾ അവനെ കുറെ അഡ്വൈസ് ചെയ്യും. അപ്പോഴാണ് ഇത് കേൾക്കുന്നവനും ഇനി ഇതുപോലെ നീ മറ്റേ രക്ഷിക്കാൻ നോക്കുവാണ് ആദ്യം നീ നിന്നെ സുരക്ഷയായിട്ട് നോക്കണമെന്ന് പറഞ്ഞ് അവളുടെ മുടി പിടിച്ച് തടയി കൊടുത്തോണ്ടിരിക്കും. ഇതോടെ അവൾ ചെറുതായിട്ട് ഷയ്യാകുമ്പോഴാണ് അതിനേശം അവൾ ഓടിയെന്ന് അവൻ അടിച്ചിട്ട് അതേപോലെ നീയും സുരക്ഷയായിട്ട് ക്ലാസ് കഴിഞ്ഞാൽ വീട്ടിൽ പോകാൻ നോക്കണമെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകും. അതിനുശേഷം ഒരു 3 മാസം കഴിഞ്ഞാണ് നമുക്കിപ്പോൾ കാണിക്കുന്നത്. ഇപ്പോൾ മിങ്ഷി പഠിക്കുന്ന കോളേജാണ് കാണിക്കുന്നത്. അവൾ അവിടുത്തെ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ഒരു ലവ് ലെറ്റർ വായിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ സ്ട്രോബെറി ആയിട്ടുള്ള എന്റെ ലിപ്സ്റ്റിക് നിനക്ക് മനസ്സിലാക്കണമെങ്കിൽ നീ അത് ടേസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നോന്ന് പറഞ്ഞ് അവള് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് ആ ലെറ്റർ വായിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ സാധനം എല്ലാം ഇവൾക്ക് വേണ്ടി ഒന്നല്ല, അവളുടെ കൂട്ടുകാരിക്ക് വേണ്ടിയാ. അവൾക്ക് ലവ് ലെറ്റർ ഒന്നും എഴുതാൻ പറ്റാത്തോണ്ട് ഇപ്പൊ മിങ്ഷിയെ കൊണ്ട് എഴുതിപ്പിച്ചേക്കുക. അതിനുശേഷം മിങ്ഷിയാണ് ഇനിയിപ്പോ ഈ ലെറ്റർ ആർക്കാ കൊടുക്കണ്ടേന്ന് പറഞ്ഞ് അവൾ ആ പേര് എഴുതാൻ വേണ്ടി ചോദിക്കും. അപ്പോഴാണ് അവളുടെ കൂട്ടുകാരിയും അതിനിപ്പോ ഞാൻ വേണം ചൂസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ ബാസ്കറ്റ്ബോൾ കളിക്കുന്ന കുറച്ച് പയ്യന്മാരെ വായി നോക്കിക്കൊണ്ടിരിക്കും. കാരണം ഇതുവരെ അവൾ ആരെ ഇഷ്ടം അവൾ പോലും തീരുമാനിച്ചിട്ടില്ല. ഒരു ലവ് ലൈഫ് എങ്ങനെ ഉണ്ടെന്ന് അവൾ ആഗ്രഹിച്ചോണ്ടാ അവൾ ആർക്കെങ്കിലും ഒരാൾക്ക് ലവ് ലെറ്റർ കൊടുക്കാൻ വേണ്ടി തീരുമാനമെടുത്ത്. അങ്ങനെ അവിടെ ബാസ്കറ്റ്ബോൾ കളിക്കുന്ന പയ്യന്മാരെ വായി നോക്കുമ്പോഴാണ് അത് 4 പേര് ഈ കോളേജിൽ ഫേമസ് ആയിട്ടുള്ള പയ്യന്മാരാ. അതുകൊണ്ട് അവിടെ ഇരിക്കുന്ന ഗേൾസ് എല്ലാം കൂടെ അവന്മാരുടെ പേര് വിളിച്ച് കൂയിക്കൊണ്ടിരിക്കും. അങ്ങനെ ആദ്യം ലിന്ന് പറഞ്ഞ ഒരുത്തിന് എല്ലാരും ഗോൾ അടിക്കുമ്പോൾ അവന്റെ പേര് പറയുമ്പം ഇവളുടെ കൂട്ടുകാരിയാണ് ആ ലെറ്ററിനകത്ത് ലിന്ന് എഴുതിക്കോന്ന് പറഞ്ഞ് ഇവള് ലിന്നിനെ വായി നോക്കാൻ തുടങ്ങും. അതിനുശേഷം രണ്ടാമത്തെ ഒരുത്തം ഗോൾ അടിക്കുമ്പോഴാണ് അവൻ എല്ലാവരും ചെന്നെന്ന് പറഞ്ഞ് വിളിച്ചു പോകും. അപ്പോഴാണ് ഇവളുടെ കൂട്ടുകാരിയും എങ്കിൽ പിന്നെ ചെന്നാകട്ടെ എന്ന് പറഞ്ഞ് അവൾ പെട്ടെന്ന് പേര് മാറ്റും. അതിനുശേഷം മൂന്നാമതൊരുത്തം ഗോൾ അടിക്കുമ്പം അവന്റെ പേര് പറയും. അങ്ങനെ അവസാനം 4ാമത് നമ്മുടെ ഹീറോ ഗോൾ അടിക്കുമ്പോഴാണ് ഇവളാണ് സന്തോഷത്തി എനിക്ക് ആ ബോഹാനെ മതി എന്ന് പറഞ്ഞ് അവസാനം അവൾ ഫിക്സ് ചെയ്യും ബോഹാന് ലവ് ലെറ്റർ കൊടുത്താൽ മതിയെന്ന്. അപ്പോഴാണ് അടുത്തിരുന്ന് മിങ്ഷിയാണ് ആദ്യം തന്നെ ഞാൻ ലിന്നന്റെ പേര് എഴുതി പോയെന്ന് പറഞ്ഞ് ഇവളിവിടെ ഷോക്കായിരിക്കും. അതിനുശേഷം അവസാനം ഇപ്പൊ ആ ബോഹാൻ തന്നെ ഉറപ്പിച്ചോന്ന് മിങ്ഷി ഇവിടെ ചോദിക്കുമ്പോഴാണ് ഇവളുടെ കൂട്ടുകാരിയും അത് ഞാൻ എപ്പോഴും ഉറപ്പിച്ചെന്ന് പറഞ്ഞിട്ട് ഇവൾ ആ പേരിന്റെ മുകളിൽ സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ച് നമ്മളെ ഹീറോയുടെ പേര് അതിനകത്ത് എഴുതി കൊടുക്കും. അങ്ങനെ ഇവനെ കാണുമ്പോൾ മിങ്ഷിക്ക് പഴയതൊക്കെ ഓർമ്മ വരും 3 മാസത്തിന് മുമ്പ് ഇവനെ കണ്ട കാര്യമൊക്കെ. പക്ഷെ അന്നേ അവൻ വലിയ തരികളിയായിരുന്നു. അങ്ങനെ മത്സരം എല്ലാം കഴിഞ്ഞ് അവന്മാർ അവിടെ നടന്നു വരുമ്പോഴാണ് മിങ്ഷി അവളുടെ കൂട്ടുകാരിയായിട്ട് ആ ബോഹാനെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി പോകും. പക്ഷെ ഇവളുടെ കൂട്ടുകാരാണ് ഇവന്മാരോടൊക്കെ സംസാരിക്കാൻ നല്ല പേടിയുണ്ട്. അതുകൊണ്ട് അവളും ഇന്ന് പ്രപ്പോസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവൾ കുറെ പേടിച്ചിരിക്കും. അങ്ങനെ മിങ്ഷി ഇത് കണ്ട് ഇപ്പൊ തന്നെ പ്രപ്പോസ് ചെയ്യുന്ന പറഞ്ഞ് അവൾക്കിട്ട് ധൈര്യം കൊടുക്കുമ്പോഴാണ് ഇവൾ ഒട്ടും ധൈര്യമില്ലാതെ നൈസിന് അവിടെ നിന്ന് മുങ്ങും. അവരാണ് ഇത് കാണുന്ന അവന്മാരെല്ലാരും കൂടെ മിക്കവാറും നമ്മുടെ ക്യാപ്റ്റൻ ബോഹാന് വേണ്ടിയായിരിക്കും ആ പെണ്ണുങ്ങളവിടെ വെയിറ്റ് ചെയ്തെന്ന് പറഞ്ഞ് ഇവന്മാരൊക്കെ അവനെ കളിയാക്കും. അങ്ങനെ ബോഹാൻ ഇവളെ കണ്ടപ്പോ തന്നെ അവൻ ഇവളെ പിടികിട്ടി. അതിനുശേഷം ഇവിടെ മിങ്ഷിയും അവളുടെ കൂട്ടുകാർ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കും കിട്ടിയ നല്ല ചാൻസ് ഇങ്ങനെ വേസ്റ്റ് ആക്കി എന്ന് പറഞ്ഞ്. അപ്പോഴാണ് അവളും ഈ ചാൻസ് വേണേ പോട്ടെ, എന്തായാലും ആ ലവ് ലെറ്റർ ആദ്യം ലിന്നിന്റെ പേര് എഴുതിയോണ്ട് നമുക്ക് ഇതേപോലെ ഇനി ഒരു പുതിയ എഴുതണമെന്ന് പറഞ്ഞ് മിങ്ഷി ഒന്നും കൂടെ എഴുതി കൊണ്ടുവരാൻ വേണ്ടി പറയും. ഇത് കേട്ട് അവളാണ് ഷോക്കായിട്ട് നിനക്ക് ലവ് ലെറ്റർ എഴുതി തന്നേം പോലെ ഒന്നും കൂടെ ഞാൻ എഴുതണമെന്ന് പറഞ്ഞ് അവളെ തന്നെ സിൻസിയർ ആയിട്ട് ആ നോക്കി എഴുതാൻ വേണ്ടി പറയും. പക്ഷെ അവളുടെ കൂട്ടുകാർ പേപ്പർ എടുത്തിട്ട് എന്റെ ഹാൻഡ് റൈറ്റിംഗ് അത്ര കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് വീണ്ടും ഈ പണി അവൾക്ക് തന്നെ കൊടുക്കും. അപ്പോഴാണ് മിങ്ഷിയും നിനക്ക് ആ ബോഹാനെ കുറിച്ച് നല്ലോണം അറിയാമെന്ന് പറഞ്ഞ് ഇവളും തിരക്കുമ്പം അവളും കാണാൻ ഹാൻഡ്സമാ, പോരാതെ ബാസ്കറ്റ്ബോൾ ടീമിലെ ക്യാപ്റ്റനും കൂടെ, പിന്നെ എന്താ വേണമെന്ന് പറഞ്ഞ് ഇവൾക്ക് അവനെ കുറിച്ച് ഒരു പിടിയും കിട്ടത്തില്ല. അപ്പോഴാണ് മിങ്ഷിയും ഇവൾക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും.
അവനെ 3 മാസം മുമ്പ് കണ്ടപ്പോൾ തന്നെ കുറെ പയ്യന്മാരായിട്ട് അടികൂടിക്കൊണ്ടിരുന്ന. അതുകൊണ്ട് അവനെ ഡേറ്റ് എന്നാൽ ചിലപ്പോൾ റിസ്ക് ആയിരിക്കും എന്നറിഞ്ഞ് ഇവളും കൂട്ടുകാരിക്ക് പറഞ്ഞ് മനസ്സിലാക്കും അവൻ ആള് കുറച്ച് ഡേഞ്ചർ ആണെന്ന്. കാരണം ഇവൾ ഈ കോളേജിലേക്ക് ട്രാൻസ്ഫർ ആകുന്ന ആദ്യത്തെ ദിവസം ഇവിടുത്തെ പ്രിൻസിപ്പളാണ് ബോഹാനെ കുറിച്ചുള്ള കാര്യങ്ങളായിരിക്കും സംസാരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ന്യൂസിനകത്ത് ഇവരുടെ കോളേജ് പഠിക്കുന്ന ഒരു പയ്യൻ കുറെ ആൾക്കാരായിട്ട് ഫൈറ്റ് ചെയ്യുന്നൊക്കെ മൊത്തത്തിൽ സ്പ്രെഡായി കാണും. പക്ഷെ അത് ബോഹാനാന്ന് പ്രിൻസിപ്പളിന് മനസ്സിലായി. അങ്ങനെ ഈ പ്രശ്നം എങ്ങനെയൊക്കെ സോൾവ് ആക്കണം എന്ന് പറയുമ്പോൾ അകത്തിരുന്ന് വൈസ് പ്രിൻസിപ്പളാണ് ബോഹാൻ അങ്ങനെ ഫൈറ്റ് ചെയ്യാൻ കാരണം അവന്റെ ക്ലാസ്മേറ്റ്സിനെ അവന്മാർ ശല്യപ്പെടുത്തിക്കൊണ്ടാന്ന് പറയും. പക്ഷെ പ്രിൻസിപ്പളാണ് എന്ത് പ്രശ്നമായാലും നമ്മുടെ കോളേജിന്റെ പേര് എവിടെ പോകുന്നതെന്ന് പറഞ്ഞ് അവനെ കുറിച്ച് സംസാരിച്ചിട്ട് ഈ ട്രാൻസ്ഫർ ആയ പെങ്കൊച്ച് എന്തുകൊണ്ട് ഇതുവരെ തന്നെ ഇപ്പൊ ഇവളെ വിളിക്കും. അതോടെ പുറത്തിരുന്ന് കേട്ട് ഇവളാണ് ഞാൻ എപ്പോഴേ വന്ന് മിസ് എന്ന് പറഞ്ഞ് അവളങ്ങ് അകത്തേക്ക് കയറി പോകും. അങ്ങനെ ഈ സ്റ്റോറിയൊക്കെ അവളും അവളുടെ കൂട്ടുകാരോട് പറയുമ്പോൾ അവളാണ് ഇതൊന്നും തന്നെ മനസ്സിലാക്കാതെ ക്ലാസ്മേറ്റ്സിന് വേണ്ടി അടി ഉണ്ടാക്കുവാണ്. തീർച്ചയായിട്ടും എനിക്ക് അവനെ പോലെ കൂളായിട്ടുള്ള ആൾക്കാരെ തന്നെ വേണമെന്ന് പറഞ്ഞ് ഇവൾ സ്വപ്നലോകത്തിലായി പോകും. അതോടെ മിങ്ഷി ഇനി ഇവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് അവള് പാർട്ട് ടൈം ജോയിന് പോകുന്ന പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങും. അതിനുശേഷം ഇവൾ സൂപ്പർ മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്ന ആ മാനേജറാണ് മിങ്ഷിയോട് കുറച്ച് സ്നേഹത്തിലാണ് ബിഹേവ് ചെയ്യുന്നത്. അതുകൊണ്ട് അദ്ദേഹം നാളെ ക്ലാസ് ഉള്ളതുകൊണ്ട് ഇവളെ നേരത്തെ വീട്ടിൽ പോകാൻ പറയുമ്പം ഇവളാണ് മാരത്തോൺ ഓടാൻ വേണ്ടി ഇവൾക്കൊരു ഷൂ വാങ്ങിക്കണം എന്ന് പറയും. ഇത് കേട്ട ആ മാനേജർ മാരത്തോൺ എപ്പോഴാന്ന് പറഞ്ഞ് ഇവളോട് തിരക്കുമ്പം അവളിന് 2 മാസത്തിനുള്ളിൽ ആ മത്സരം വരും പറയും. അതുകൊണ്ട് വീട്ടുകാരെ ബുദ്ധിമുട്ടിപ്പിക്കാതെ ഇവള് തന്നെ ഷൂ വാങ്ങിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനോട് എന്തേലും വേറെ വല്ലതും വർക്കുണ്ടോ ചോദിക്കും. അപ്പോഴാണ് അയാളും കടയുടെ പരസ്യത്തിന് വേണ്ടി കുറച്ച് നോട്ടീസ് ഉണ്ടെന്ന് പറയുമ്പം അവളെങ്കിൽ പിന്നെ അത് വിറ്റാ കുറച്ച് പൈസ തരാൻ ചോദിക്കും. പക്ഷെ മാനേജറാണ് ഇതിന് കുറച്ച് പൈസ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞ് അവൾ ഇത് എടുക്കാതിരിക്കാൻ പറയുമ്പം അവളും കുറച്ചായാലും ഇതെനിക്ക് യൂസ്ഫുൾ ആണെന്ന് പറഞ്ഞ് അവൾ ആ ജോലി അങ്ങ് ഏറ്റെടുക്കും. അങ്ങനെ അടുത്ത ദിവസം ഇപ്പോൾ കോളേജിൽ വെച്ച് ഇവളെ പരസ്യമൊക്കെ എല്ലാവരും കൊടുത്തോണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ അവന്മാരാണ് ബാസ്കറ്റ്ബോൾ കളിച്ചിട്ട് പുറത്തുപോയി ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കാൻ പറയും. അപ്പോഴാണ് ഇത് കേട്ട് മിങ്ഷി അടുത്തേക്ക് ഓടിയെത്തി നിങ്ങൾക്ക് ഡ്രിങ്ക്സ് കുടിക്കാൻ ആഗ്രഹമുണ്ട് 3 വാങ്ങിച്ചോ 1 ഫ്രീ എന്ന് പറഞ്ഞ് ഇവൾ ജോലി ചെയ്യുന്ന കടയെ പരസ്യപ്പെടുത്തും. അങ്ങനെ രണ്ടാമന്മാർ ആ നോട്ടീസ് പേപ്പർ വാങ്ങിച്ചാലും ബോഹാനാണ് നിങ്ങൾ ഇന്ന് ഇത് വാങ്ങിക്കണമെന്ന് പറഞ്ഞ് അവന്മാരെ വാങ്ങിക്കാതിരിക്കാൻ വേണ്ടി പറയും. പക്ഷെ ഇവളാണ് വാങ്ങിച്ചാലും എപ്പോഴേലും കടയുടെ അടുത്ത് തരുവാണ് നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവെന്ന് പറഞ്ഞ് അവളത് കൊടുക്കാൻ വേണ്ടി നോക്കും. ഇതേ സമയം പറയുന്ന ഇവളുടെ കൂട്ടുകാരിയും ഇപ്പോഴെങ്കിലും ലവ് ലെറ്റർ കൊടുക്കാന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യുമ്പം അവൾക്ക് ധൈര്യമില്ലാതെ അവിടെ നിന്ന് ഓടിപ്പോകും. അപ്പോഴാണ് ഇത് കാണുന്ന മിങ്ഷിയും നിനക്ക് വേണ്ടിയാണ് ഇവന്മാരോട് ഇത്ര സംസാരിച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞ് അവളെ തിരിച്ച് വിളിക്കുമ്പം അവളുടെ കൂട്ടുകാരി ധൈര്യമില്ലാതെ അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഇതേ കണ്ട് ബോഹാനും ഇനി ഇവിടെ നിന്ന് സംസാരിക്കുവാണ് വല്ലാം ബോളും വന്ന് എന്റെ ദേഹത്ത് അടിക്കുന്ന പറഞ്ഞ് അവൾ ഇവിടെ നിന്ന് പോകാൻ വേണ്ടി പറയും. അങ്ങനെ ഇവൻ പറയുന്ന അതേ സെക്കൻഡ് ദൂരെ നിന്ന് ഒരു പന്ത് പറന്നു വരുമ്പോഴാണ് അത് ഇവളുടെ അടുത്ത് മിസ്സായി അവന്മാരുടെ അടുത്തേക്കാ പോകുന്നത്. പക്ഷെ അവനത് ചവിട്ടി കളഞ്ഞുടനെ നേരെ ഇവളുടെ മുഖത്തെ നിന്ന് ഇടിച്ച് ഇവൾ അപ്പം തന്നെ ബോധം കെട്ട് ബോഹാന്റെ കയ്യിലേക്ക് അങ്ങ് വീഴും. അപ്പോഴാണ് ഇതൊക്കെ ദൂരെ ഇരുന്നൊരു പെങ്കൊച്ചാണ് ദേഷ്യത്തിൽ കണ്ടുകൊണ്ടിരിക്കും. ഇവൾക്ക് നമ്മുടെ മിങ്ഷി അവനായിട്ട് അടുക്കുന്ന ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. കാരണം അവന്റെ എക്സ് ഗേൾ ഫ്രണ്ട് ആണ് ഇവള്. പക്ഷെ ഇവള് വിചാരിക്കുന്ന ഇപ്പോഴും അവന്റെ ഗേൾ ഫ്രണ്ട് എന്ന്. ഇതേ സമയം അവനെ അവള് പൊക്കിയെടുത്തോണ്ട് അവിടുത്തെ ക്ലിനിക്കിലേക്ക് പോകുമ്പോഴാണ് ഇതേ സമയം ഇവളുടെ കയ്യിൽ നിന്ന് ആ നോട്ടീസ് പേപ്പറൊക്കെ തറയിൽ വീണാണ്. അങ്ങനെ അതൊക്കെ അവന്റെ ഫ്രണ്ട്സ് എടുത്തു വെച്ചോണ്ടിരിക്കുമ്പം ഇവന്മാർക്ക് അതിൽ നിന്ന് മിങ്ഷി ഇതിനുമ്പ് എഴുതിയ പഴയ ലവ് ലെറ്റർ ആണ്. അപ്പോഴാണ് അവന്മാരത് വായിച്ചിട്ട് ഇതിനകത്ത് ബോഹാന്റെ പേരിൽ എഴുതിയേക്കുന്നതെന്ന് പറഞ്ഞ് ഇവന്മാരെല്ലാം തെറ്റിയിരിക്കും മിങ്ഷി ആയിരിക്കും ഈ ലവ് ലെറ്റർ അവന് വേണ്ടി എഴുതി വെച്ചേക്കുന്നേന്ന്. അങ്ങനെ ഇവിടെ മിങ്ഷിയാണ് കുറച്ച് സമയം കഴിഞ്ഞ് അവൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുമ്പോഴാണ് അടുത്ത് ഇവനെ കണ്ട ഉടനെ അവൾ പെട്ടെന്ന് ഷോക്കായി ഞാൻ എത്ര മണിക്കൂർ എവിടെ കിടന്നുറങ്ങിയെന്ന് അറിഞ്ഞ് അവനോട് ചോദിച്ചു മനസ്സിലാക്കും. അപ്പോഴാണ് അവനും 1 മണിക്കൂറായിട്ട് നീ ലോ ഷുഗർ ആയിട്ട് ഇവിടെ കിടന്നുറങ്ങുമെന്ന് അറിഞ്ഞ് അവൾ റെസ്റ്റ് എടുക്കാൻ വേണ്ടി പറയും. അതിനുശേഷം അവന് കഴിക്കാൻ വേണ്ടി ചോക്ലേറ്റ് കൊടുത്തിട്ട് അവൾക്ക് കൂട്ടി നിൽക്കുമ്പം അവളും വേണേ ഇവനെ പോയിക്കോളാൻ പറയും. അപ്പോഴാണ് അവനും അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് ഇവള് കുറച്ച് സമയം കൂടെ റെസ്റ്റ് എടുക്കാൻ പറയും. കൂടാതെ ആ പന്ത് ഇവളുടെ മുഖത്തടിച്ചതിന് ഇവന്റെ ഫ്രണ്ട്സും പിന്നെ ആ പന്തെറിഞ്ഞമാരൊന്ന് സോറി ചോദിക്കുമെന്ന് പറയുമ്പം ഇവളാണ് അതിൻ്റെ ഒന്നും ആവശ്യമെന്ന് പറയും. പക്ഷെ അവൻ തെറ്റ് ചെയ്തവർ എന്തായാലും വന്ന് സോറി ചോദിച്ചാൽ പറ്റത്തുള്ളൂ. അവളെ പറഞ്ഞ് മനസ്സിലാക്കുമ്പം അവളാണ് എന്റെ ലോ ഷുഗർ കാരണമല്ലേ ഞാൻ വീണോയെന്ന് പറഞ്ഞ് അവള് രാവിലെ ഫുഡൊന്നും കഴിച്ചില്ലെന്ന് പറയും. അപ്പോഴാണ് അവനും രാവിലെ ഫുഡ് കഴിക്കാത്തുള്ള കാരണം ഒരു അന്നിനെ രക്ഷിച്ച പോലെ വേറെ ആരെ ഹെൽപ്പ് ചെയ്യാൻ പോയി ഇവള് പെട്ടെന്ന് പറഞ്ഞ് ചോദിക്കുമ്പം അവളെ പിന്നെ ഓർമ്മയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഇവനോട് ചോദിക്കും. അപ്പോഴാണ് അവനും 3 മാസം മുമ്പ് നടന്നേക്കെ മറക്കാൻ ഞാനൊന്ന് മണ്ടനല്ലെന്ന് അവളെ ആക്കി വിടും. അതിനുശേഷം ഇവളുടെ കൂട്ടുകാർ പെട്ടെന്ന് അവിടെ ഓടിയെത്തുമ്പോഴാണ് ഇവനെ കണ്ടുടനെ അവള് പെട്ടെന്ന് അങ്ങ് ഷൈയാകും. അപ്പോഴാണ് മിങ്ഷിയും ഇതായിരിക്കും നല്ല ചാൻസ് എന്ന് പറഞ്ഞ് അവളുടെ കൂട്ടുകാരിയെ പരിചയപ്പെടുത്തിയിട്ട് ഇവൾക്ക് നിന്നെ ഇഷ്ടമെന്ന് പറയും. ഇത് കേട്ട് കൂട്ടുകാരിയാണ് ഷോക്കായിട്ട് എനിക്കിഷ്ടം നിന്റെ ബാസ്കറ്റ് ബോളാണ് അതാണ് അവൾ ഉദ്ദേശിക്കുന്നത്. ഏതിന് നൈസിന് അവൾ ടോപ്പിക് അങ്ങ് മാറ്റും. കാരണം അവൾക്ക് പ്രപ്പോസ് ചെയ്യാൻ അത്രയ്ക്കും പേടിയാ. പക്ഷെ ഇവള് ചെയ്തിട്ട് പോലും അവൾ അതിനെ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് മിങ്ഷിയാണ് ദേഷ്യത്തിൽ എടി ലവ് ലെറ്റർ എടി അത് ഇപ്പോഴെങ്കിലും എടുത്തു കൊടുക്ക് എന്നിന് ഇവളും പറയുമ്പോ തന്നെ അവൻ അവിടെ നടന്നു പോയിക്കൊണ്ടിരിക്കും. അവരാണ് മിങ്ഷിയോട് തലവേദന എടുക്കുന്ന ഒരു ആക്ഷൻ കാണിച്ചിട്ട് അവളുടെ കൂട്ടുകാർ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി ചാൻസ് ഒപ്പിച്ചോണ്ടിരിക്കും. പക്ഷെ അവസാനം വരെ അവള്
പ്രപ്പോസ് ചെയ്യത്തില്ല. അതുകൊണ്ട് മിങ്ഷി ഐഡിയ ചെയ്ത് ഇവന്റെ നമ്പർ വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞിരിക്കുമ്പം അവന് ഫോൺ നമ്പർ എവിടെ എഴുതണ്ടെന്ന് പറഞ്ഞ് ചോദിക്കും. അപ്പേരാണ് മിങ്ഷിയും കൂട്ടുകാരുടെ ഒരു പേപ്പർ ഉണ്ടെന്ന് പറഞ്ഞ് അതിനകത്ത് എഴുതാൻ വേണ്ടി പറയും. അതോടെ അവളത് എടുത്തു കൊടുക്കുമ്പോഴാണ് ഇപ്പോഴെങ്കിലും ലവ് ലെറ്റർ കൊടുത്തല്ലോ എന്ന് പറഞ്ഞ് മിങ്ഷി ആശ്വാസപ്പെട്ടിരിക്കും. പക്ഷെ കൂട്ടുകാരിക്ക് അപ്പോഴായിരിക്കും ബോധം വരുന്നത് ഇത് ലവ് ലെറ്റർ ആണ്. അതോടെ അവളും ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെറ്റർ എന്ന് പറഞ്ഞിട്ട് അവൾ അപ്പോഴും അവന് കൊടുക്കത്തില്ല. അതുകൊണ്ട് അവസാനം ബോഹാനും മിങ്ഷിയുടെ കൈനകത്ത് നമ്പർ എഴുതി വെച്ചിട്ട് ഇനി നിനക്ക് തലവേദന വല്ല ഉണ്ട് എന്നോട് വിളിച്ചു പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകും. അതിനുശേഷം ഇവരുണ്ടരും കൂടെ വിളിച്ച് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് മറ്റവന്റെ എക്സ് ഗേൾ ഫ്രണ്ട് ആണ് ഇത് കണ്ട് ദേഷ്യത്തി നേരെ ബോഹാനോട് ചെന്ന് സംസാരിക്കും. ബോഹാൻ, ഞാൻ നിന്നെ വാൺ ചെയ്തില്ലെന്ന് പറയണ്ട. അവളായിട്ട് നീ ഇനി മിണ്ടാൻ നിൽക്കണ്ട. കാരണം നമ്മളെ പോലെ അവൾ റിച്ച് ഒന്നല്ല. കൂടാതെ അവൾ ട്രിക്ക് യൂസ് ചെയ്ത് നിന്നെ വീഴ്ത്താൻ വേണ്ടി നോക്കുക. അവൾ ഈ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയൊന്നല്ല എന്നിന് ഇവളും പറയുമ്പം ഇത് കേട്ട് അവനാണ് അവൾ ഈ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടി അല്ലെങ്കിൽ പിന്നെ എവിടെ പഠിക്കുക? ഒന്ന് പോയെ. നിന്നെ പോലെ പൈസ ഒന്നും നോക്കിയിട്ട് ഞാൻ സംസാരിക്കുന്ന ആളൊന്നുമില്ല. നിനക്ക് പറയുള്ളത് പറഞ്ഞെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോവാം. എന്നിന് അവന് മാസമായിട്ട് ഇവൾക്ക് റിപ്ലൈ എടുത്തിട്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ട് മിങ്ഷി അവളുടെ കൂട്ടുകാരിയും കൂടെ ആ തറയിൽ നിന്ന് നോട്ടീസ് പേപ്പറൊക്കെ എടുക്കാൻ വേണ്ടി വരും. പക്ഷെ അവിടാണ് ആ നോട്ടീസ് പേപ്പർ ഒന്നും കാണത്തില്ല. അതുകൊണ്ട് ഒരു പക്ഷേ ഇനി ഇത് അവന്മാരിൽ എടുത്തു കാണുമെന്ന് പറഞ്ഞ് ഇവൾ പേടിച്ചു പോയിരിക്കും. കാരണം അതിനകത്താണ് ആ പഴയ ലവ് ലെറ്റർ ഉള്ളത്. ഒരു പക്ഷെ അങ്ങനെ അവന്മാർ എടുക്കുവാണ് എങ്കിൽ പിന്നെ ആ ബോഹൻ ഞാൻ എഴുതിയ ലവ് ലെറ്റർ എന്ന് വിചാരിക്കത്തില്ലെന്ന് മിങ്ഷിയോട് പേടിച്ചിരിക്കുമ്പോഴാണ് അവളുടെ കൂട്ടുകാരി കൂളായിട്ട് അങ്ങനെയാണ് ഞാൻ രക്ഷപ്പെട്ടെന്ന് അവൾ തിരിച്ചു പറയും. ഇത് കേട്ട് മിങ്ഷിയാണ് ദേഷ്യത്തി നീ പ്രപ്പോസ് ചെയ്തായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം വരത്തില്ലായിരുന്നു പറഞ്ഞ് ഇവരുടെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവിടേക്ക് മറ്റേ പെങ്കൊച്ച് അവളുടെ ഗ്രൂപ്പായിട്ട് അവിടേക്ക് വരും. ഇവളുടെ പേര് ഷിൻ. അങ്ങനെ അവളാണ് അടുത്തേക്ക് വന്നിട്ട് ഇവർ ആ നോട്ടീസ് പേപ്പറൊക്കെ തപ്പുവാണ്. അതൊക്കെ ഹാൻഡ്സമായ 4 പയ്യന്മാരുടെ കയ്യിലുണ്ടെന്ന് അറിഞ്ഞ് ഇവളോട് സത്യം പറയും. അതിനുശേഷം കുടിക്കാൻ ഡ്രിങ്ക്സ് വേണമെന്ന് പറഞ്ഞ് ഇവള് ബോധം കെട്ട് വീഴുന്നോണ്ട് സ്നേഹത്തെ ഇവളുടെ ഫ്രണ്ട് ചുമ്മാ ആക്ട് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ മിങ്ഷി അത് വാങ്ങിച്ചിട്ട് ഇവൾക്ക് എത്ര നല്ല മനസ്സാന്ന് പറഞ്ഞ് അവളെ ഓർത്ത് സന്തോഷിച്ചോണ്ടിരിക്കും. അതിനുശേഷം ഷിന്ന അവിടുന്ന് അവളുടെ ഗ്രൂപ്പ്സായിട്ട് ദേഷ്യത്തിൽ പോകുമ്പോഴാണ് ഇത് കാണുന്ന അവളുടെ കൂട്ടുകാരിയും ഇവരുടെ സ്വഭാവത്തിനെ കുറിച്ചൊന്നും അറിയാതെ ആ ഷിൻ ഈ കോളേജിലെ നമ്പർ 1 ബ്യൂട്ടിയാന്ന് പറഞ്ഞ് അവളെ കുറിച്ച് പൊക്കി പറഞ്ഞോണ്ടിരിക്കും. അങ്ങനെ അവള് തന്നെ നിനക്കൊന്ന് ഡ്രിങ്ക്സ് തരുവാണ്, നീ സത്യത്തിൽ ഇവിടെ സ്ഥാനം പിടിച്ചെന്ന് പറഞ്ഞ് ഇവര് ഭയങ്കര സന്തോഷത്തിരിക്കും. പക്ഷെ അവൾ ആ തണുത്ത ഡ്രിങ്ക്സ് കൊടുക്കാനുള്ള കാരണം ഇവളുടെ കൈ എഴുതി വെച്ചിരുന്ന മൊബൈൽ നമ്പർ മാഞ്ഞു പോകാൻ വേണ്ടിയാ. അങ്ങനെ അതേപോലെ അവസാനത്തെ 2 നമ്പർ അങ്ങ് മാഞ്ഞു പോകും. അതോടെ ഇവർ രണ്ടുപേരും ഇനിയിപ്പം നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് അവരാകെ തകർന്നു പോയിരിക്കും. ഇതേസമയം ബോഹാന്റെ കൂട്ടുകാരന്മാരാണ് അവന്മാർ കിട്ടിയ ലവ് ലെറ്റർ അങ്ങ് ഇവന്റെ കൊടുക്കും. അപ്പോഴാണ് അവൻ അത് വീട്ടിൽ വെച്ച് തുറന്നു നോക്കിയിട്ട് ഇവൾ സത്യത്തിൽ എനിക്ക് വേണ്ടിയാണ് ലവ് ലെറ്റർ ചെയ്തെന്ന് പറഞ്ഞ് അവനത് ഓരോന്ന് വായിച്ചു പോയിക്കൊണ്ടിരിക്കും. പക്ഷെ അവനാണ് ഇത് കുറച്ച് ക്രിഞ്ചായിട്ടൊക്കെ തോന്നലെന്ന് പറഞ്ഞ് അവൻ ആ പേര് നോക്കുമ്പം അവന്റെ പേരിന്റെ താഴെ വേറൊരു പേര് കാണും. അങ്ങനെ അത് ക്ലിയർ ആയിട്ട് നോക്കുമ്പോഴാണ് ഇവന്റെ കൂട്ടുകാർ ലിന്നാന്ന് എഴുതിയേക്കുന്നത്. അതോടെ അവന് ചിരി വന്നിട്ട് ഇനിയിപ്പോൾ ലിൻ മാത്രമേ ഉള്ളോ അല്ല ഇതിനു മുമ്പ് കുറെ പേർക്ക് എഴുതി ലവ് ലെറ്റർ ആണ് എനിക്ക് മാറ്റി ചെയ്ത് വെച്ചേക്കുന്നതെന്ന് അവനെടുത്ത് സൈഡിലേക്ക് വയ്ക്കും. അതിനുശേഷം അവന് മറ്റേ നോട്ടീസ് നോക്കുമ്പം അവൾ ജോലി ചെയ്യുന്ന സൂപ്പർ മാർക്കറ്റ് ഏതാന്ന് ഇവന് മനസ്സിലാവും. അതിനുശേഷം ഇവിടെ മിങ്ഷി അവളുടെ കൂട്ടുകാരിയായിട്ട് ആ ബോഹാന്റെ നമ്പർ കണ്ടെത്താൻ വേണ്ടി ലാസ്റ്റ് നമ്പർ ഇവർ കുറെ ടൈപ്പ് ചെയ്ത് അത് ഓരോന്നായിട്ട് ഫോം വിളിച്ചോണ്ടിരിക്കും. പക്ഷെ ഇതുവരെ വന്ന എല്ലാ നമ്പറും റോങ് കോൾ ആയിരിക്കും. അതുകൊണ്ട് കൂട്ടുകാരിയാണ് എനിക്ക് പ്രപ്പോസ് ചെയ്യാൻ ധൈര്യം കിട്ടിയില്ല, ഇപ്പതാ ഫോൺ നമ്പറും പോയെന്ന് പറഞ്ഞ് അവൾ അപ്സെറ്റ് ആയിരിക്കും. അപ്പോഴാണ് മിങ്ഷിയും എന്തായാലും ഇനി 10 നമ്പറും കൂടെ ട്രൈ ചെയ്യാന്ന് പറഞ്ഞ് അവൾ മോട്ടിവേറ്റ് ചെയ്യാൻ നോക്കും. ഇത് കേട്ട് കൂട്ടുകാരിയാണ് 10 നമ്പറും കൂടെ ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞ് അവൾ ആ ലവ് ലെറ്റർ എന്തായാലും എഴുതിയ ആൾക്കാരുടെ പേരൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് ഇനി മൈൻഡ് ചെയ്യണമെന്ന് പറയും. അപ്പോഴാണ് മിങ്ഷിയും അതിനകത്ത് പേരില്ലെങ്കിലും എന്റെ കയ്യിൽ നിന്നല്ല അത് മിസ്സായി പോയെന്ന് പറഞ്ഞ് ഇവൾ ആ മിസ്അണ്ടർസ്റ്റാൻഡിങ് എങ്ങനെയൊക്കെ മാറ്റാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഇവരിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ബോഹാന്റെ കൂട്ടുകാരിൽ ഒരുത്തനും ഇവരുടെ കടയുടെ പുറത്തേക്ക് നടന്നു പോകും. ഇത് കണ്ട് കൂട്ടുകാരാണ് വായി നോക്കിക്കൊണ്ട് ഞാൻ ഇപ്പൊ വരാം മോളെന്ന് പറഞ്ഞിട്ട് അവന്റെ പുറയിലേക്ക് അങ്ങ് പോകും. അങ്ങനെ ഇവള് പോകുന്ന വഴിക്ക് ആദ്യം ബോഹാനായിട്ട് അടിയുണ്ടാക്കിയ യാനെ ചെന്ന് ഇടിച്ചിടും. അതിനെ ശവന്മാരെ കടയിലേക്ക് നോക്കുമ്പോഴാണ് അവിടെ മിങ്ഷിയുള്ള കാണുന്നത്. അതിനെ ശിവന്മാരും ഇവളല്ലെന്ന് ബോഹാനെന്ന് രക്ഷിച്ചെന്ന് പറഞ്ഞ് അവൾക്കിട്ട് കുറച്ച് ശല്യം കൊടുക്കാൻ വേണ്ടി അവന്റെ ആൾക്കാരെ പറഞ്ഞയച്ചിട്ട് അവൻ ഒരാളെ കാണാൻ പോകാന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകും. അതിനെ ശിവന്മാരുണ്ടേനും കൂടെ കടയിലേക്ക് വന്ന് അവളായിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി നോക്കും. ഇതേ സമയം അവൾക്ക് ഇവന്മാര് പിടിയിട്ടുമ്പോഴാണ് അവന്മാരാണ് ഇവിടെ നിന്ന് വാങ്ങിച്ച സിഗരറ്റ് ഒന്നിനും കൊള്ളാത്ത സിഗരറ്റ് ആയിരുന്നു പറഞ്ഞ് അവന്മാർ ചേച്ചി പൈസ ചോദിച്ചോണ്ടിരിക്കും. അതിനെ ശിവളും എങ്കിൽ പിന്നെ ഇവിടെ നിന്ന് വാങ്ങിച്ചുള്ള പ്രൂഫ് ചോദിക്കുമ്പം അവന്മാര് ഞങ്ങൾ ഇന്ന് പ്രൂഫൊക്കെ സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ആ കടയിലുള്ള സാധനങ്ങളൊക്കെ വലിച്ചു വരെ എറിഞ്ഞുകൊണ്ടിരിക്കും. ഇതുകൊണ്ട് അവൾ എന്തെന്നറിയാതെ അവൾ ചെയ്ത ടെൻഷൻ ആയിരിക്കുമ്പോഴാണ് കറക്റ്റ് അതേസമയം ആ കടയിലേക്ക് ബോഹാൻ ഇങ്ങനെ മാസമായിട്ട് കയറി വരും. എടാ നാണില്ലല്ലേ ഒരു പെങ്കൊച്ച് ഇങ്ങനെ നിങ്ങളെ ബുള്ളി ചെയ്യാൻ? നാണല്ലാത്തവന്മാരെ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ പറയുക നിങ്ങൾ ഇവിടെ വെറുതെ ഇട്ടേക്ക്. ഇവനെ കണ്ടതോടെ അവന്മാരും നിനക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടിരുന്നു ഇത്രയും മാസം. എന്നിട്ട് അവന്മാർ അവനെ ഫോളോ ചെയ്തങ്ങ് പോകും. അങ്ങനെ ഇത് കണ്ട് മിങ്ഷിയാണ് ഇവൻ എന്തേലും പറ്റുമെന്ന് പറഞ്ഞിട്ട് അവള് മേടിച്ച് പുറയിലേക്ക് അങ്ങ് ചെല്ലും. അതേസമയം അവന്മാര് വിളിച്ചുകൊണ്ട് ഇവിടെ ബോഹാൻ അടിച്ചിടുമ്പോഴാണ് അവന്മാരാണ് അവൾക്ക് വേണ്ടി ഞങ്ങൾ അടിച്ചിടാൻ അവൾ നിന്നെ കാരാന്ന് പറഞ്ഞ് ചോദ്യം ചെയ്യും. ഇതേ സമയം മിങ്ഷി അവിടെ ഓടി എത്തുമ്പം ഇവൻ അവളെ കണ്ടിട്ട് ഇവളെന്റെ ഗേൾ ഫ്രണ്ടാന്ന് പറഞ്ഞിട്ട് ഇനി അവള് മേലെ തൊട്ടോലെന്ന് പറയും. അതോടെ അവന്മാർ മേടിച്ച് അവിടെ നിന്ന് ഓടിപ്പോവും. 她是我女朋友。
അതിനുശേഷം അവൻ തിരിച്ച് അവളുടെ കൂടെ കടയിലേക്ക് ചെല്ലുമ്പോഴാണ് അവളാണ് എന്തുകൊണ്ട് ഇവൻ ദൂരെ ചെന്ന് അടികൂടിയാന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും ഇവിടെ നല്ല അടികൂടിയ പിന്നെ ഇവളുടെ ജോലിക്ക് സീനാത്തില്ലെന്ന് പറഞ്ഞിട്ട് അതിനുവേണ്ടിയാന്ന് പറയും. എന്നിട്ട് അവൻ ഇവളെന്തിനാ പുറകെ എവിടെയെന്ന് ചോദിക്കുമ്പം അവൾ എന്തായാലും ഇവളെ രക്ഷിക്കാൻ വേണ്ടിയല്ലേ അവൻ ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞിട്ട് അവൻ്റെ കൈ ചെറുതായിട്ട് ഇങ്ങനെ ചുമന്നിരിക്കുന്നതാണ്. അങ്ങനെ അതിനെ ഇവള് മരുന്നിടാൻ പോകുമ്പം അവനൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞ ഉടനെ ഇവളെങ്കിൽ പിന്നെ വീട്ടിൽ ചെന്നിട്ട് വല്ല മരുന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവനും ഈ രാത്രി സമയത്ത് ഇവൾ ഒറ്റയ്ക്ക് വർക്ക് ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പം അവൾ ഇന്ന് മാത്രമേ ഉള്ളൂ ഒറ്റയ്ക്ക്, സാധാരണ എല്ലാ ദിവസവും മാനേജർ കാണുമെന്ന് പറയും. കൂടാതെ ഇവിടെ CCTV കൊണ്ടെന്ന് പറയുമ്പം ഇത് കേട്ട് അവന് ചെറുതായിട്ട് ആശ്വാസപ്പെടും. അപ്പോഴാണ് അവളും ഇവന്റെ ഫ്രണ്ട്സ് എടുത്ത് വെച്ചിരിക്കുന്ന ഇവളുടെ നോട്ടീസ് പേപ്പറൊക്കെ ഇപ്പം എവിടാന്ന് പറഞ്ഞ് ചോദിക്കും. ഇത് കേട്ട് അവനും ആ നോട്ടീസ് പേപ്പറൊക്കെ അവൻ്റെ ഉണ്ടെന്ന് പറയുമ്പം അവളാണ് ആശ്വാസപ്പെട്ടിട്ട് എനിക്ക് പിന്നെ അത് നാളെ തന്നെ തിരിച്ചു തരാൻ പറ്റുമെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും ആ നോട്ടീസ് പേപ്പർ മാത്രം മതിയെന്ന് പറഞ്ഞ് ലവ് ലെറ്റർ മാത്രം മാറ്റി വെച്ച് പറയുമ്പം അവൾക്ക് അത് പിടികിട്ടിയിട്ട് ഇനിയിപ്പോൾ ലവ് ലെറ്റർ വായിച്ചു കാണുമോ ദൈവമേന്ന് പറഞ്ഞ് അവളാകെ ഷോക്കായി നിൽക്കും. അപ്പോഴാണ് കടയിലേക്ക് ഒരു കസ്റ്റമർ വന്ന ഉടനെ അവനെങ്കിൽ പിന്നെ നാളെ തരാന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങും. അതിനുശേഷം ഇവളും ആ തറയുന്ന സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കുമ്പോഴാണ് പുറത്തുനിന്ന് നമ്മുടെ ബോഹാൻ ഇവളെ ഫോൺ വിളിച്ചിട്ട് നാളെ രാവിലെ 7 മണിക്ക് കോളേജിന്റെ ഗേറ്റിന്റെ അവിടെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറയും. അപ്പോഴാണ് ഇവൾ ഇവന്റെ സൗണ്ട് ഒരു ഷോക്കായി എൻ്റെ നമ്പർ അങ്ങ് നിനക്ക് കിട്ടിയെന്ന് പറഞ്ഞ് അവൾ തിരിച്ച് അവനോട് ചോദിക്കും. പക്ഷെ അതിന് മറുപടി പറയാതെ അവനും നീ സുരക്ഷയായിട്ട് ജോലി എന്ന് പറഞ്ഞിട്ട് ആ ഫോൺ കട്ട് ചെയ്യും. അതിനുശേഷം ഇവിടെ അടി വാങ്ങിച്ചവന്മാരാണ് അവന്മാരുടെ ലീഡർ യാനെ ഫോൺ വിളിച്ച് ആ മിങ്ഷി അവന്റെ ഗേൾഫ്രണ്ട് എന്നൊക്കെ പറയും. അപ്പോഴാണ് ഇത് കേൾക്കുന്ന ഷിന്നാണ് ദേഷ്യത്തി ഈ മിങ്ഷി സത്യത്തി ആരാന്ന് പറഞ്ഞ് അവൾ ഭയങ്കര കലിപ്പി സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ബോഹാൻ ഇതുവരെ ആരും പ്രേമിച്ചിട്ടില്ല, പക്ഷെ ഇവൾ എന്തിനാ ഗേൾഫ്രണ്ട് എന്നൊക്കെ പറയുന്നതിന് ഇവളവിടെ മുടിഞ്ഞ് കലിപ്പിയിരിക്കുമ്പം ഇത് കേൾക്കുന്ന ഞാനാണ് ആ മിങ്ഷി അവൻ ഇപ്പോഴൊന്നുമില്ല കാണുന്ന ഒരു 3 മാസം മുമ്പ് ഇവർ തമ്മിൽ കണ്ടുമുട്ടിയിട്ടുണ്ടെന്നൊക്കെ ഇവൻ ആ കാര്യമൊക്കെ ഇവളോട് എടുത്ത് പറയും. അപ്പോഴാണ് ഇത് കേൾക്കുന്ന അവളും ദേഷ്യത്തി ബോഹാന്റെ അടുത്ത് വേറൊരു പെങ്കൊച്ചും പോലെന്ന് പറഞ്ഞിട്ട് അവനോർത്ത് ഫീൽ ചെയ്തോണ്ടിരിക്കും. ഇത് കേൾക്കുന്ന ഇവനാണ് ആ 3 മാസം നടന്ന അടിയെ കുറിച്ച് പറഞ്ഞപ്പോ നിനക്ക് എന്നെ ഓർത്തൊന്ന് ഫീൽ ചെയ്തില്ലെന്ന് ഇവൻ ഇവിടെ നിന്ന് ചോദിക്കുമ്പം അവള് നീ എന്റെ ചേട്ടനല്ലെന്ന് പറഞ്ഞ് അവനെ മിണ്ടാതാക്കും. പക്ഷെ അവനാണ് നമ്മുടെ അച്ഛനും തമ്മിലുള്ള റിലേഷൻ അങ്ങനൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞ് ഇവന് അവൾ ഇഷ്ടമുള്ള കണക്ക് സംസാരിച്ചോണ്ടിരിക്കും. പക്ഷെ അവളാണ് ഇവനൊരു ചേട്ടനായിട്ട് കാണത്തുള്ളു. അങ്ങനെ അവസാനം അവളും ആ മിങ്ഷിയെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ഇവൾ അറിയണമെന്ന് പറഞ്ഞ് ഇവൻ ആ ജോലി ഏൽപ്പിക്കും. അങ്ങനെ അടുത്ത ദിവസം ഇവിടെ മിങ്ഷിയാണ് ആ നോട്ടീസിന്റെ കൂടെ ലവ് ലെറ്റർ എങ്ങനെയൊക്കെ വാങ്ങിക്കണമെന്ന് പറഞ്ഞ് നേരത്തെ തന്നെ ബോഹനെ കാണാൻ വേണ്ടി കോളേജിലേക്ക് ചെല്ലും. അതേസമയം അവന് കുറച്ച് സമയം ഇവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ഇവൾ അവൻ്റെ ആ നോട്ടീസൊക്കെ വാങ്ങിച്ചിട്ട് ഇതിനകത്ത് ആ സാധനം എന്ന് പറഞ്ഞ് ഇവളെ ലവ് ലെറ്ററിനെ കുറിച്ച് തിരക്കും. അപ്പോഴാണ് അവനും ഏത് സാധനം എന്ന് പറഞ്ഞ് ഇവളെ കളിയാക്കും. അതോടെ അവളാണ് ടെൻഷനായിട്ട് ഞാൻ ഉദ്ദേശിച്ച ഒരു പേപ്പർ കുറെ സാധനങ്ങൾ എഴുതി വെച്ചേക്കുന്നത്, അങ്ങനെ കുറെ സാധനം എഴുതി വെച്ചേക്കുന്നത് ഒരു ലവ് ലെറ്റർ ആണോ, സോറി അതിനകത്ത് എൻ്റെ പേര് എഴുതിയേക്കുന്നത്, അതുകൊണ്ട് എനിക്ക് തിരിച്ചു തരാൻ പറ്റത്തില്ല എന്ന് ഇവൻ പറയുമ്പോഴാണ് അവളും നീ അത് എടുത്തു വെച്ചെന്നാ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അത് നിന്റെ പേരുണ്ടെങ്കിൽ നിനക്കുള്ളതല്ല എന്ന് ഇവൾ പറയുമ്പോൾ അവനും എനിക്കുള്ളതല്ലെങ്കിൽ അതിന്റെ ആദ്യം എഴുതിയിരുന്ന ലിനിനാണ് എന്ന് ഇവൻ ചോദിക്കുമ്പോൾ അവളും എന്തുവാ അപ്പൊ നീ ആ ലെറ്റർ ഫുള്ളും വായിച്ചോ, പിന്നെ ലെറ്റർ കൊണ്ട് ആരെങ്കിലും വായിക്കാതിരിക്കോ, കൊള്ളാം നീ അതിനകത്ത് കുറെ പേര് എഴുതിയേക്കുന്നില്ല, ഇനി ലിന്റെ പുറകെ വേറെ എല്ലാവരും പേരുണ്ടോ, അല്ല പിന്നെ ഇതേപോലെ കുറെ ലവ് ലെറ്റർ ബാക്കിയുണ്ടോ, ഈ ഒരെണ്ണം പോയെന്ന് പറഞ്ഞ് നീ വിഷമിക്കണ്ട കുറെ കാണുമല്ലോ എന്ന് ഇവനാക്കുമ്പോൾ അവളും അങ്ങനൊന്നുമല്ല നീ ചുമ്മാ ആലോചിച്ച് വിടണ്ട, എനിക്ക് ഈ ലവ് ലെറ്ററേ ഉള്ളു, പക്ഷെ ഈ ലവ് ലെറ്റർ ഞാൻ നിനക്ക് എഴുതിയതല്ല, എന്നാൽ ആ സാധനം എൻ്റെ എന്ന് ഇവൾ പറയുമ്പോഴാണ് അവനും ആണോ എങ്കിൽ പിന്നെ നിന്റെ ലവ് ലെറ്റർ ഞാൻ എങ്ങനെ വിശ്വസിക്കും, അതിനകത്ത് എഴുതിയ ആളുടെ പേരില്ല, സോ ഐ നീഡ് എ പ്രൂഫ്, നിനക്ക് പ്രൂഫ് അല്ലേ വേണ്ട, എങ്കിൽ പിന്നെ നീ അതിൽ നിന്ന് എന്ത് വേണമെന്ന് ചോദിച്ചു എനിക്ക് എല്ലാം അറിയാം എന്ന് ഇവൾ പറയുമ്പോഴാണ് അവനും ഓക്കെ എങ്കിൽ പിന്നെ 3ാമത്തെ സെന്റൻസ് എന്തോന്നറ എന്ന് ഇവനും ചോദിക്കുമ്പം അവള് 3ാമത്തെ സെന്റൻസ് ഇവനെ കുറിച്ച് എഴുതിയ കാര്യങ്ങളൊക്കെ പറയും. അപ്പോഴാണ് അവനും എങ്കിൽ പിന്നെ 7ാമത്തെ സെന്റൻസ് എന്താന്ന് പറഞ്ഞ് അതിൽ എഴുതി ചെയ്യുന്ന കാര്യങ്ങൾ ചോദിച്ചോണ്ടിരിക്കുമ്പം ദൂരെ എന്നാ ഷിന്നിന്റെ കൂട്ടുകാരിയാണ് അതൊക്കെ റെക്കോർഡ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ അവസാനം അവനും എങ്കിൽ പിന്നെ ആ ലാസ്റ്റ് ലൈൻ എന്തോ ഉള്ളതെന്ന് പറഞ്ഞ് ആ ഫൈനലായിട്ട് ചോദിക്കുമ്പം ഇവളാണ് അത് പറയാൻ മാത്രം പേടിച്ചു വരിക്കും. കാരണം ഇവളുടെ ലിപ്സ്റ്റിക്കിന്റെ ടേസ്റ്റ് സ്ട്രോബെറിന് ടേസ്റ്റ് ചെയ്യണമെന്നൊക്കെ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവളത് പറയാതിരിക്കുമ്പം ഇവനെങ്കിൽ പിന്നെ ഫ്ലോയിലായിരിക്കും ഇത്രയും പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അവനത് കൊടുക്കാതെ അവിടെ നിന്ന് നടന്നു പോകും. അപ്പോഴാണ് അവളും ആ ലാസ്റ്റ് ഇത് ഞാൻ പറയാന്ന് പറഞ്ഞിട്ട് ആ സ്ട്രോബെറി ടേസ്റ്റ് ചെയ്യുന്ന കാര്യം അവൾ ഓപ്പൺ ആയിട്ട് അങ്ങ് പറയും. ഇത് കേട്ട് അവനാണ് അപ്പൊ തന്നെ ഇവളുടെ അടുത്തേക്ക് വന്നിട്ട് എങ്കിൽ പിന്നെ എനിക്ക് സ്ട്രോബെറി ഫ്ലേവറിന് ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് അവൻ ആ ലവ് ലെറ്റർ കൊടുത്ത് അവിടെ നിന്ന് പോകും. പക്ഷെ ഈ വീഡിയോ ആണ് ആ ഷിന്നിന്റെ കൂട്ടുകാരി അവൾക്കെടുത്ത് കാണിക്കുമ്പം ഇവളത് കണ്ട് ദേഷ്യത്തി ഇവൾക്ക് പ്രൊപ്പോസൽ ചെയ്യണ്ടേ, ഞാൻ ഇവൾക്ക് ഹെൽപ്പ് ചെയ്യാം എന്നിട്ട് ആ വീഡിയോ ആ കോളേജ് മൊത്തത്തിൽ അങ്ങ് സ്പ്രെഡ് ചെയ്യും.
അതിനുശേഷം അവളും കൂട്ടുകാരെ കണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ കുറെ പിള്ളേരെല്ലാരും കൂടെ ആ കോളേജ് ഒട്ടിച്ച് നോട്ടീസ് കണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കാണുന്നവരും അവിടെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞ് ഇവർ അടുത്ത ആഴ്ച നോക്കുമ്പോഴാണ് അവിടെ ബോഹാൻ ഇവളുടെ അടുത്ത് സംസാരിച്ച് ഫോട്ടോ എടുത്ത് വെച്ചിട്ട് ഇവൾ ആ ലവ് ലെറ്ററിനകത്ത് എഴുതി വെച്ച കാര്യങ്ങളെല്ലാം അതിനകത്ത് എഴുതിയിട്ടേക്കും. ഇതോടെ ഇവളാണ് ദേഷ്യത്തി ഇതൊക്കെ ആരാ ചെയ്തെന്ന് പറഞ്ഞ് അവൾ അവിടെ നാണം കെട്ട് ഓടിപ്പോകും. അപ്പോഴാണ് ഉള്ള എല്ലായിടത്തും ഇതുപോലെ സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ച് ഇവൾക്ക് ആ ബോഹാൻ ഇഷ്ടമെന്ന് പറഞ്ഞ് എഴുതി വെച്ചേക്കും. അതുകൊണ്ട് അവളാണ് പെട്ടെന്ന് ഫോൺ വിളിച്ചിട്ട് ബോഹാനെ പറഞ്ഞ് മനസ്സിലാക്കും ഇത് അവളല്ല ചെയ്തതെന്ന്. കാരണം ഇനി അവൻ തെറ്റിദ്ധരിച്ച് ഇവൾ ഇഷ്ടമെന്നേരം വിചാരിക്കുമെന്ന് പറഞ്ഞ്. പക്ഷെ അവനാണൊന്നും പറയാതെ ഫോൺ കിട്ടിയും. അതിനുശേഷം അവൾ ആരും കാണാതെ ക്ലാസ്സിൽ വന്നിരിക്കുമ്പോഴാണ് ഇവളുടെ കൂട്ടുകാരിയാണ് ഞാൻ കാരണമല്ലേ ഇതൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞ് അവൾ അടുത്ത് നിന്ന് സോറി ചോദിക്കും. അപ്പോഴാണ് മിങ്ഷിയും നീ കാരണം സംഭവിച്ചാലും ഇവിടെ പെട്ടുപോയിരിക്കുന്നത് ഞാനാന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും ക്ലാസ്സിൽ ഇങ്ങനെ പതുങ്ങിയിരിക്കുമ്പോഴാണ് ഒരേഷ് ഇനി അങ്ങനെ ഒട്ടിച്ചു വെച്ചേക്കുന്ന ബോഹാനായിരിക്കും എന്ന് പറഞ്ഞ് അവളുടെ കൂട്ടുകാർ ചോദിക്കും. അപ്പോഴാണ് മിങ്ഷിയും ഒരേഷ് ഞാൻ അവൻ ഇഷ്ടമല്ലെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ആ ദേഷ്യത്തിൽ ഇങ്ങനെ ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ് ഇവളും പറയുമ്പോഴാണ് അതേസമയം ഇവളുടെ ക്ലാസ്സിലേക്ക് ബോഹൻ കയറി വരും. അതിനുശേഷം അവനും പതി ഇവളുടെ അടുത്തേക്ക് വന്നിട്ട് എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞ് അവളെ വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ക്ലാസ്സിലിരിക്കുന്ന പിള്ളേരെല്ലാരും കൂടെ അപ്പോൾ പറഞ്ഞെല്ലാം സത്യമാണെന്ന് പറഞ്ഞ് അവർ ഓരോന്നൊക്കെ ഡിസ്കസ് ചെയ്യും. ഇതേസമയം അവളാണ് നമുക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെല്ലാം സംസാരിക്കാന്ന് പറഞ്ഞ് ഇവനെ പോകാൻ പറയുമ്പം അവന് സമയമില്ലെന്ന് പറഞ്ഞ് ഇവളെവിടെ സംസാരിക്കാൻ വേണ്ടി പറയും. അങ്ങനെ ഇതേ സമയം ബാസ്കറ്റ് ബോളിൽ ജയിച്ചവർക്കെല്ലാം അവാർഡ് ഉണ്ടെന്ന് പറഞ്ഞ് അവരെ സ്റ്റേജിൽ വിളിക്കുമ്പം സ്റ്റുഡൻസ് എല്ലാവരും കൂടെ അത് കാണാൻ വേണ്ടി പോകും. അപ്പോഴാണ് അവിടേക്ക് വരുന്ന സാറും ബോഹാൻ ഇവളായിട്ട് സംസാരിക്കുന്നുണ്ട് അവാർഡ് വാങ്ങിക്കാൻ വരാൻ നീ എന്തോട് അവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവനെ വിളിക്കും. അങ്ങനെ ഈ ചാൻസ് യൂസ് ചെയ്ത് മിങ്ഷി അവിടെ നിന്ന് മുങ്ങുമ്പോഴാണ് ഇവന് പുറകെ ചെന്നിട്ട് ആദ്യം എനിക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞ് അവനിപ്പോൾ ഇവളെ പിടിച്ചിർത്തും. പക്ഷെ അവളാണ് അവാർഡ് വാങ്ങിച്ചിട്ട് പിന്നെ സംസാരിക്കാന്ന് പറഞ്ഞ് ഇവനെ പറഞ്ഞുവിടാൻ നോക്കുമ്പം അവൻ ഈ നോട്ടീസ് ഒട്ടിച്ചെന്ന് പറഞ്ഞ് ഇവളോട് ചോദിക്കും. ഇത് കേട്ട് അവളാണ് ഈ നോട്ടീസ് ഒട്ടിച്ച് നീ അല്ലേന്ന് പറഞ്ഞ് ഇവരുടെ പരസ്പരം അടികൂടുമ്പോഴാണ് രണ്ടുപേർക്കും മനസ്സിലാവും ഇത് ഇവരല്ല ചെയ്തതെന്ന്. അപ്പോഴാണ് അവളും ഇനിയിപ്പോൾ കോളേജ് മൊത്തത്തിൽ ഞാൻ നിന്നെ പ്രേമിക്കുമെന്ന് പറഞ്ഞ് നടക്കുമെന്ന് പറയുമ്പം അവന് അത് വലിയ കാര്യമുണ്ടെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും ഇവന് കാര്യമല്ലെങ്കിലും അവൾക്കത് വലിയ കാര്യമാണെന്ന് പറയും. അപ്പോഴാണ് അവനും എങ്കിൽ പിന്നെ ഈ പ്രശ്നം അവൻ സോൾവ് ആക്കാന്ന് പറഞ്ഞിട്ട് അവളെ വിളിച്ചുകൊണ്ട് ഇപ്പോൾ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് പോകും. അതിനുശേഷം സ്റ്റേജ് വെച്ചും യവന്മാരുടെ ബാസ്കറ്റ് ബോൾ മാച്ച് കാണിക്കുമ്പോഴാണ് മിങ്ഷിയെ കുറിച്ചുള്ള ന്യൂസ് അവിടെയും കയറി വരും. അങ്ങനെ അവിടേക്ക് വരുന്ന മിങ്ഷിയാണ് ഇത് കണ്ട് ദേഷ്യത്തി ഇനിയിപ്പോൾ നാണക്കേട് സഹിക്കാൻ പറ്റാതെ പോകണമെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് മുങ്ങാൻ നോക്കുമ്പം ബോഹാനാണ് അവളെ പോകാൻ സമ്മതിക്കാതെ അവളെ വിളിച്ചുകൊണ്ട് സ്റ്റേജിലേക്ക് കയറും. അപ്പോഴാണ് പിള്ളേരെല്ലാരും കൂടെ ഇവളുടെ വയസ്സ് കണ്ണാടിക്കാത്തവരെ നോക്കിയിട്ടുണ്ടോന്ന് പറഞ്ഞ് പിള്ളേരെ കളിയാക്കുമ്പം ഇവളാണ് ഗംഭീരത്തി അവിടുത്തെ മൈക്ക് എടുത്തിട്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാനൊന്നുമല്ലേ ഈ പോസ്റ്റർ ഒട്ടിച്ചെന്ന് പറഞ്ഞ് അവൾ സത്യം പറയും. അതിനുശേഷം ഇങ്ങനെ മറ്റുള്ളവരെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാതെ ആദ്യം പോയി പഠിക്കാൻ നോക്കട്ടെ ഈ പിള്ളേരെന്ന് പറഞ്ഞ് ഇവൾ അവസാനം പറയാൻ വേണ്ടി വരും ഇവൾ ആ എഴുതിയ ലവ് ലെറ്റർ ഇവന് പോലെ അല്ലെന്ന്. അങ്ങനെ ഈ ഒരു സെക്കൻഡ് അവളെ പിടിച്ച് മാറ്റിയെടുത്തിട്ട് അവനാണ് മൈക്ക് വാങ്ങി സംസാരിക്കും. ആര് ഈ നോട്ടീസ് ഒട്ടിച്ചാലും അവന് സഹായം ചെയ്തിട്ടേ ഉള്ളെന്ന്. കാരണം അവൻ ഇതുവരെ ഇഷ്ടപ്പെടാത്ത സ്ട്രോബെറി ഫ്ലേവർ ഇന്നോട്ട് ഇഷ്ടപ്പെടാൻ പോകാന്ന് പറഞ്ഞിട്ട് അവൻ റൊമാൻറ്റിക്കായിട്ട് അവളെയും വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. ഇതോടെ പിള്ളേരെല്ലാരും കൂടെ അപ്പോൾ ബോഹാനി ഇവൾ ഇഷ്ടമെന്ന് പറഞ്ഞ് ഇപ്പം എല്ലാവരും പോസിറ്റീവ് ആകും. അതേസമയം അവളുടെ കൂട്ടുകാരിക്കാണ് ഈ സന്തോഷം കൺട്രോൾ ചെയ്യാൻ പോലും പറ്റത്തില്ല. കാരണം അവളുടെ കൂട്ടുകാരിക്ക് ബോഹാനി കിട്ടിയെന്ന് പറഞ്ഞ്. പക്ഷെ ഇവിടെ മിങ്ഷിയാണ് നീ എന്തോ ഇപ്പം കാണിച്ചെന്ന് പറഞ്ഞ് അവനോട് ദേഷ്യപ്പെടും. അതിനുശേഷം ഇവളുടെ നാണക്കേട് മാറ്റാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞെന്ന് മനസ്സിലാക്കിയിട്ട് അപ്പോൾ ഇനി തൊട്ട് ഞാൻ നിന്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് അവളിങ്ങനെ സൈലന്റ് ആകും. പക്ഷെ അടുത്ത സീനിൽ തന്നെ ഇവർ പ്രിൻസിപ്പൾ ഇവരെ പൊക്കിയിട്ട് മിങ്ഷിക്ക് വഴക്കായിരിക്കും. അങ്ങനെ ഇപ്പൊ ട്രാൻസ്ഫർ ആയിട്ട് ഇവിടേക്ക് വന്നിട്ട് നിനക്ക് ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് അവളെ വഴക്കറയും. കൂടാതെ അവൾക്ക് ഇനി സ്കോളർഷിപ്പ് കിട്ടാൻ ചാൻസ് ഒന്നുമില്ലെന്ന് പറഞ്ഞിട്ട് മിക്കവാറും അവൾ ഇവിടെ നിന്ന് മാറേണ്ടി വരും എന്ന് പറയും. ഇത് കേട്ട് അവളാണ് പേടിച്ചുപോയി ഇത് ഞാൻ ഉണ്ടാക്കിയ പ്രശ്നം ഒന്നുമില്ലെന്ന് പറഞ്ഞ് അവള് പ്രിൻസിപ്പളിനോട് സോറി പറയും. പക്ഷെ അവരാണ് അതൊന്നും കേൾക്കാതെ നിങ്ങളെ കൊണ്ട് ഈ ഫീസ് ഒന്നും അടയ്ക്കാൻ പറ്റാത്തോണ്ട് ഈ സ്കോളർഷിപ്പ് കൊണ്ട് ഇവിടെ പഠിക്കാൻ പറ്റത്തുള്ളെന്ന് ഇവളെ ഇനി മേലെ ഇതുപോലെ പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി വാൺ ചെയ്യും. കൂടാതെ ഇനി വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഇവൾ മാർക്ക് കിട്ടില്ല ഇവളെ ഇവിടെ നിന്ന് പുറത്താക്കുമെന്ന് പറയും. അതുകൊണ്ട് അവളാകെ ടെൻഷനായി അവരോട് സോറി പറയുമ്പോഴാണ് അവസാനം ഇതെല്ലാം കേട്ടുന്നിട്ട് ബോഹാനാണ് ദേഷ്യത്തി നിങ്ങൾ ഈ പറയുന്നതൊക്കെ എന്നെ കുറിച്ചാണെന്ന് പറഞ്ഞ് അവൻ പ്രിൻസിപ്പളിനോട് ദേഷ്യപ്പെടും. അങ്ങനെ ഈ പ്രശ്നം ഉണ്ടാക്കിയൊക്കെ ഞാൻ അമ്മയെന്ന് പറഞ്ഞ് അവൻ പ്രിൻസിപ്പളിനോട് സംസാരിക്കുമ്പോഴാണ് ഇതേക്ക് നിവളാണ് ഷോക്കായി ഇവർ നിന്റെ അമ്മയാണെന്ന് പറഞ്ഞ് അവൾ ഞെട്ടിപ്പോകും. അപ്പോഴാണ് അവനും നിങ്ങൾ ഞങ്ങളെ വഴക്കുറയാതെ ഈ നോട്ടീസൊക്കെ ഒട്ടിച്ച് ആരാണോ അവർക്ക് ശിക്ഷ കൊടുക്കുന്ന പറഞ്ഞ് അവൻ്റെ അമ്മയതൊരു സംസാരിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് അവരാണ് ദേഷ്യത്തി നീ ആദ്യം പുറത്തേക്ക് ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞ് അവനെ പറഞ്ഞിടാൻ വേണ്ടി നോക്കും. പക്ഷെ ഇവളാണ് പ്രിൻസിപ്പളിനെല്ലാം മാറ്റം വരുമെന്ന് പറഞ്ഞ് അവളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ അവർ ഇവളോട് പറയും ഇതൊരു ലാസ്റ്റ് ചാൻസ് ആയിട്ട് ഇവളെ വെറുതെ ഇടുവന്ന്. പോരാതെ ഈ നോട്ടീസ് ഫുൾ ഇവൾ വേണം അളക്കണം എന്ന് പറഞ്ഞിട്ട് അവളെയും പറഞ്ഞേക്കും. അങ്ങനെ അതിനുശേഷം ഇവരുണ്ടേരും കൂടെ നോട്ടീസ് വരച്ച് കീറിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ അവനാണ് നമ്മൾ ചെയ്യാത്ത പണിക്ക് നമ്മൾ എന്തിനാ ക്ലീൻ ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവളെയും കൂടെ ചുമ്മാ ഇരിക്കാൻ വേണ്ടി പറയും. പക്ഷെ അവളാണ് ഇതൊന്ന് ക്ലീൻ ചെയ്തിൽ എന്നെ ഈ കോളേജിൽ നിന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞിട്ട് അവൾ ആ പണി ഒറ്റയ്ക്ക് ചെയ്തോണ്ടിരിക്കും. അതിനുശേഷം അവനും എങ്കിൽ പിന്നെ
ഇതൊക്കെ ഞാൻ ക്ലീൻ ചെയ്തോളാം പറഞ്ഞിട്ട് അവളുടെ കയ്യിൽ നിന്ന് വെള്ളം വയ്ക്കാൻ പോകുമ്പോഴാണ് അവളൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഇവർ തമ്മിൽ ചെറിയ തർക്കം നടക്കും. അവളുടെ വെള്ളം ഫുള്ളും അവളുടെ കോട്ടിനകത്ത് അങ്ങ് വീഴും. അതിനുശേഷം അവന്റെ ഡ്രസ്സ് എടുത്ത് അവൾ കൊടുത്തിട്ട് ഇവളെന്തുകൊണ്ടാ ഇതിനു മുമ്പ് പഠിച്ച ആ സ്കൂളിലെ യൂണിഫോം തന്നെ ഇടുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും ഈ കോളേജിൽ യൂണിഫോം നല്ല ഫീസ് ആയതുകൊണ്ട് അവൾക്ക് അത് വാങ്ങിക്കാനുള്ള പൈസ ഇല്ലെന്ന് പറയും. കൂടാതെ ഇനിയിപ്പോൾ പ്രിൻസിപ്പൾ പുറത്താക്കുവാണ്, ഇനി യൂണിഫോം പുതിയത് വാങ്ങിക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞ് അവൾ ഇവിടെ അപ്സെറ്റ് ആയിരിക്കുമ്പം അവനാണ് കൂളായിട്ട് നല്ല മാർക്ക് വാങ്ങിക്കുവാണ്, നിനക്ക് ഇവിടെ തന്നെ പഠിക്കാമല്ലോന്ന് പറഞ്ഞ് അവളെ പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവളും പറയുന്നതൊക്കെ എളുപ്പം, പക്ഷെ എനിക്ക് ഇംഗ്ലീഷ് വീക്കാന്ന് പറഞ്ഞ് അവളിവിടെ ഡീമോട്ടിവേറ്റ് ആയിട്ടിരിക്കും. ഇത് കേട്ട് അവനാണ് എങ്കിൽ പിന്നെ ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞ് അവനും പറയുമ്പം അവൾ അതിനെ താങ്ക്സ് പറഞ്ഞിട്ട് പക്ഷെ ഇവന്റെ കൂടെ നീ ചുറ്റി കറങ്ങിയ പ്രിൻസിപ്പൾ മിക്കവാറും അപ്പം തന്നെ ഇവിടെ നിന്ന് മാറ്റാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവനെ കണ്ടത് എന്നാണോ അന്നോട്ടേ പ്രശ്നങ്ങളല്ലേ ഇവളുടെ പുറകെ വരുവാന്ന് പറയും. അപ്പോഴാണ് ഇത് അവന് ഹേർട്ടായിട്ട് നീ ഉദ്ദേശിച്ചത് എന്നെ കണ്ടപ്പോൾ തൊട്ട് നിനക്ക് പ്രശ്നം മാത്രം വരുന്നതാണോ, അതിനർത്ഥം എന്തോ എന്നിന് ഇവൻ ചോദിക്കുമ്പോഴാണ് അവളും ഞാൻ നിന്നെ ഹേർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞില്ല, പക്ഷെ നിന്നെ കണ്ടതിന് ശേഷം എനിക്ക് ഇങ്ങനത്തെ പ്രശ്നമാക്കുന്നത്, ഇപ്പൊ ഈ പ്രശ്നം നീ കാരണം വേണമെന്ന് പറയാം, അതുകൊണ്ട് നിന്റെ അടുത്ത് നിന്ന് പറ്റുന്നത്ര ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം, എന്നാലേ പ്രിൻസിപ്പൾ എന്നെ ഇവിടെ നിന്ന് പുറത്താക്കാതിരിക്കത്തുള്ളൂ എന്നിന് അവളും പറയുമ്പോഴാണ് ഇത് കേട്ട് അവനാണ് വിഷമിച്ച് ശരി നിനക്ക് എൻ്റെ അടുത്ത് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം അത്രയല്ലേ ഉള്ളൂ, എങ്കിൽ പിന്നെ ഇനി തൊട്ട് ഞാനും നിന്റെ അടുത്തേക്ക് വരത്തില്ല, നമുക്ക് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാം, ഇപ്പൊ നീ ഇവിടെ നിന്ന് പോയിക്കോ, ഈ ഫുള്ള് ഞാൻ തന്നെ ക്ലീൻ ചെയ്തോളാം എന്നിന് അവനും പറയുമ്പം അവളതൊന്നും കുഴപ്പമില്ലെന്ന് പറയും. അപ്പോഴാണ് അവനും പക്ഷെ നീ പറഞ്ഞ പോലെ നമുക്ക് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണമെങ്കിൽ നീ ഇവിടെ നിന്ന് പോയേ പറ്റത്തുള്ളെന്ന് അവൾ അവിടെ നിന്ന് പറഞ്ഞയക്കും. പക്ഷെ അവള് നിന്റെ ഡ്രസ്സ് വേണ്ടെന്ന് പറഞ്ഞ് ചോദിക്കുമ്പം അവൻ ദേഷ്യത്തിൽ പോകാൻ പറഞ്ഞ് പോയിക്കോണെന്ന് അവൻ മൊത്തത്തിൽ ഇവിടെ അപ്സെറ്റ് ആയിരിക്കും. അതിനുശേഷം അവളും തിരിച്ചൊന്നും പറയാതെ അവിടെ നിന്ന് പോകും. ഇതേ സമയം ഇവിടെ ഷിന്നാണ് ഭയങ്കര ദേഷ്യത്തിൽ അവൾ മ്യൂസിക് ഇൻസ്ട്രുമെന്റ് ഒക്കെ വായിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അവളുടെ ഓർമ്മയിൽ അവസാനമായിട്ട് ഷിന്നും ഇനി നീ മേലെ എൻ്റെ അടുത്ത് വരല്ലെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്ന സീൻ ഓർമ്മ വരുന്നത്. അതിനുശേഷം ഇപ്പം അവൻ മിങ്ഷിയുടെ പുറകെ പോകുന്നുണ്ട്. ഇവളിവിടെ തെറ്റിച്ചൊക്കെ വായിച്ചോണ്ടിരിക്കുമ്പം അവിടെ കഴിഞ്ഞ് ഇവളുടെ അമ്മയാണ് ഇങ്ങനെ നീ തെറ്റിച്ച് വായിച്ചാൽ പിന്നെ ഫൈനൽസ് നീ ഒന്നും വിജയിക്കത്തില്ലെന്ന് പറഞ്ഞ് അവളോട് ദേഷ്യത്തിൽ പറയും ആവശ്യമില്ലാത്ത കാര്യമൊക്കെ മൈൻഡിൽ നിന്ന് എടുത്തു കളഞ്ഞിട്ട് വരാൻ പോകുന്ന ചാലഞ്ച് മാത്രം ഫോക്കസ് ചെയ്യാൻ. അതുകൊണ്ട് അവളാണ് ഇതെല്ലാം കേട്ട് ദേഷ്യത്തിൽ അവളുടെ അമ്മയ്ക്ക് ഓക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ അന്ന് രാത്രി ബോഹാൻ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴാണ് ആ ഷിന്നാണ് ഇവനെ തടഞ്ഞു നിർത്തും. അതിനുശേഷം അവളും ദേഷ്യത്തിൽ പണ്ട് നടന്ന സംഭവത്തിന് ഇപ്പോഴും നീ എന്നെ മൈൻഡ് ചെയ്യാതിരിക്കാൻ പോകണമെന്ന് പറഞ്ഞ് അവളുടെ കൂടെ വീണ്ടും ഒന്നുതരാൻ വേണ്ടി പറയും. പക്ഷെ ഇത് കേട്ട് അവനാണ് നമ്മൾ തമ്മിലുള്ള ബന്ധമല്ല എപ്പോഴേ കഴിഞ്ഞെന്ന് പറഞ്ഞ് ഇവളെ വഴിയിൽ നിന്ന് മാറിക്കാൻ വേണ്ടി പറയും. അതോടെ അവളാണ് ഇവനിപ്പോ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കാരണം ആ മിങ്ഷിയാണെന്ന് ചോദിക്കുമ്പം അവൻ ഇവനെ ശല്യപ്പെടുത്തണമെന്ന് പറഞ്ഞ് അവൾക്കെതിരായിട്ട് വല്ലതും ചെയ്ത പിന്നെ ഇവൻ വെറുതെ നിൽക്കത്തില്ലെന്ന് പറയും. അപ്പോഴാണ് അവളും കൊച്ചിയിലെ തൊട്ട് ഞാനാ നിന്റെ കൂടെ ഒരുമിച്ച് വളർന്നതെന്ന് പറഞ്ഞ് ആ മിങ്ഷിയിട്ട് ഇവനെ പോകാൻ പറയുമ്പം അവനാണ് ദേഷ്യത്തിൽ നീ എപ്പോഴും ഇതേപോലെ നിന്നെ കുറിച്ച് മാത്രമേ ഓർക്കത്തുള്ളെന്ന് പറഞ്ഞ് അവൻ ഇമോഷണൽ ആയിട്ട് പറയും. പക്ഷെ അവളാണ് എനിക്കിപ്പോഴും നിന്നെ ഇഷ്ടമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഇവൻ അതിന് സോറി പറഞ്ഞിട്ട് നീ എന്നെ ഇഷ്ടപ്പെടുന്ന താങ്ക്സ് എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകാൻ വേണ്ടി റെഡിയാകും. അപ്പോഴാണ് അവളും നിനക്കപ്പോൾ എന്നോട് ഇനി ഒന്നും പറയില്ലെന്ന് ചോദിച്ചോടെ അവനൊന്നും പറയാതെ അവിടെ നിന്ന് പോകും. അതിനുശേഷം അവളാണ് അവിടെ ദേഷ്യത്തിൽ നീ ആ മിങ്ഷിയുടെ പുറകെ പോവാണ് ഇനി ഞാൻ നോക്കി വെറുതെ നിൽക്കത്തില്ലെന്ന് അവളവിടെ ദേഷ്യത്തിൽ പറയുമ്പോഴാണ് ഇവനാണ് സൈക്കിളിൽ നിന്ന് ഇറങ്ങിയെന്ന് പതിവളുടെ അടുത്തേക്ക് അങ്ങ് വരും. നിനക്കിപ്പോൾ എന്ത് വേണ്ട, നീ എന്ത് വേണേൽ ചെയ്തോ, ഞാൻ എപ്പോഴും ഇവിടെ തന്നെ ഉണ്ട് എന്നിന് അവന് മാസമായിട്ട് റിപ്ലൈ കൊടുക്കും. അങ്ങനെ അടുത്ത ദിവസം കോളേജ് വെച്ച് മിങ്ഷി അവളുടെ കൂട്ടുകാരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ മിങ്ഷിയും ഇന്നലെ അവൾ അറിഞ്ഞ കാര്യമൊക്കെ അവളുടെ കൂട്ടുകാരോട് പറയും സത്യത്യ ബോഹാൻ ഇവിടുത്തെ പ്രിൻസിപ്പളിന്റെ മോനാന്ന്. അങ്ങനെ ഇവള് പരിദോഷണം പറയുന്നതൊക്കെ അവിടേക്ക് വരുന്ന ബോഹാനാണ് കേട്ടിട്ട് ഇങ്ങനെ എൻ്റെ അനുവാദം ഇല്ലാതെ ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കാൻ കുറച്ച് ഡീസൻസി ഒക്കെ വേണ്ടെന്ന് പറഞ്ഞ് അവളെ ചോദ്യം ചെയ്യുമ്പം അവളാണ് സോറി അയച്ചിട്ട് ഇവന്റെ യൂണിഫോം അവൾ കഴുകി കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയും. അപ്പോഴാണ് അവനും അത് ഇവൻ ആവശ്യമില്ലെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഇത് കാണുന്ന അവിടെ നിന്ന് കുറച്ച് പിള്ളേരാണ് ബോഹാൻ ഇപ്പം നിന്നെ കുറിച്ച് മനസ്സിലാക്കി ണ്ട് അവ ഇനി നിന്നെ മൈൻഡ് ചെയ്യത്തില്ലെന്ന് അവരെ കളിയാക്കിക്കൊണ്ടിരിക്കും. പക്ഷെ സത്യത്തിൽ ബോഹാൻ ഇവളെ മൈൻഡ് ചെയ്യാത്തുള്ള കാരണം ഇന്നലെ ഇവള് പറഞ്ഞാണ് ഇവന്റെ അടുത്ത് നിന്ന് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ അവൾ ആഗ്രഹിക്കുന്നതെന്ന്. അങ്ങനെ അതുകൊണ്ട് അവൻ ഹേർട്ടായി ഇതൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത്. അതിനുശേഷം പുറകെ തന്നെ അവന്റെ 3 ഫ്രണ്ട്സ് നടന്നു പോകുമ്പോഴാണ് ഇത് കാണുന്ന ഇവളുടെ കൂട്ടുകാരിയാണ് ഞാൻ ബോഹാൻ എഴുതാൻ ഉദ്ദേശിച്ച ലവ് ലെറ്റർ മാറ്റി ഇവന്മാര് 3 പേര് ആരേലും ഒരാളെ ഞാൻ സെറ്റാക്കാൻ പോവാന്ന് അവൾ അവരുടെ പുറകെ തന്നെ പോകും. അങ്ങനെ അതിനുശേഷം ഇൻട്രോ സമയത്ത് ഇവർ തമ്മിൽ കണ്ടുമുട്ടിയാലും ബോഹാനാണ് അവളുള്ള സ്ഥലം നോക്കി പോകാതെ അവൻ തിരിഞ്ഞ് അവിടെ നടക്കും. അതിനുശേഷം ക്ലാസ്സിൽ വെച്ചും ഇവർ ഒരുമിച്ചിരിക്കാൻ വേണ്ടി അവന്റെ കൂട്ടുകാരുമായി സെറ്റാക്കുമ്പം അവൻ അവിടെ ഇരിക്കാതെ പുറകെ ചെന്നിരിക്കും. അങ്ങനെ അതിനുശേഷം ഇവന്മാര് ബാസ്കറ്റ് ബോൾ കളിച്ചോണ്ടിരിക്കുമ്പോഴാണ് മിങ്ഷിയുടെ കൂട്ടുകാരി അവര് വായി നോക്കാൻ വേണ്ടി ഇവളെ വിളിച്ചോണ്ട് പോകും. പക്ഷെ അവിടെ ബോഹാൻ ഇവളെ കണ്ട് മൈൻഡ് ചെയ്തിരിക്കുമ്പം അവൾ ആ ദേഷ്യത്തിൽ ഞാൻ ഇവിടെ നിന്ന് പോകാന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. അങ്ങനെ ഇവർ തമ്മിൽ കണ്ടുമുട്ടുമെല്ലാം അവ മൈൻഡ് ചെയ്യാതെ ഇരിക്കുന്നത് കാരണം അത് അവളുടെ ആഗ്രഹമായതുകൊണ്ട്. അതിനുശേഷം ഇവൻ അവന്റെ ഫ്രണ്ട്സായിട്ടൊക്കെ ആ സ്റ്റിക്കേഴ്സൊക്കെ കളിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ സാധനം അളക്കുന്നതിന് പകരം ഇത് ഒട്ടിച്ചവന്മാര് വന്ന് അളക്കിയാൽ പോരെന്ന് പറഞ്ഞ്
ഭയങ്കര ന്യായമായിട്ടൊക്കെ അവന്റെ കൂട്ടുകാരൻ വിശദീകരിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കേൾക്കുന്ന ബോഹാനാണ് നീ മിണ്ടാതെ പണിയെടുക്കണ ചെറുക്കാന്ന് പറഞ്ഞ് അവനെ സൈലന്റ് ആക്കും. അതിനെ ശിവന്മാരുടെ കൂട്ടുകാരൻ ചെന്നെവിടെയെന്ന് പറഞ്ഞ് അവനെ കുറിച്ച് ഇതായിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവിടേക്ക് മിങ്ഷിയുടെ കൂട്ടുകാരിയാണ് ഞാൻ എത്തിയടി മോളെ എന്ന് പറഞ്ഞ് അവളോട് ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അവള് നോക്കുമ്പോൾ അവിടെ മിങ്ഷി കാണത്തില്ല. അതിനുശേഷം അവളും വഴി മാറിപ്പോയി ഗായ്സ് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകാൻ നോക്കുമ്പം ആ ചെന്നൈന് ചെന്ന് അങ്ങ് ഇടിച്ചിടും. അങ്ങനെ ഇവർ തമ്മിൽ റൊമാൻറ്റിക് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് വരുന്ന മിങ്ഷിയാണ് നീ റൊമാൻറ്റിക് നോക്കിയത് മതി എന്ന് പറഞ്ഞ് ഇവൾ അവന്മാരോട് ചെന്ന് ഈ പണിയൊന്നും ചെയ്യേണ്ടെന്ന് പറയും. കാരണം ഇത് അവൾക്ക് കിട്ടിയ പനിഷ്മെന്റ്. അപ്പോഴാണ് അവന്മാരും ഇത് പറയേണ്ട ഞങ്ങളോടല്ല ഞങ്ങളുടെ ക്യാപ്റ്റനോടാണെന്ന് പറഞ്ഞ് അവനെ ചൂണ്ടുമ്പം ഇവളും പതിയെ ബോഹാന്റെ അടുത്തേക്ക് ചെന്നിട്ട് അവൻ ഇവിടെ നിന്ന് പോകാൻ വേണ്ടി പറയും. പക്ഷെ അവനാണ് ഇതൊക്കെ ഞാൻ ചെയ്തോളെന്ന് പറയും. എന്നിട്ട് വീണ്ടും മിങ്ഷി അവനോട് സംസാരിക്കാൻ നോക്കുമ്പോഴാണ് ഇവനാണ് ദേഷ്യത്തി നീ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ പറഞ്ഞിട്ട് ഇപ്പൊ നീ തന്നെ ഇങ്ങനെ വന്ന് എങ്ങനെയാന്ന് പറഞ്ഞ് അവനും ഒരേഷനെ വീഴ്ത്താൻ വേണ്ടി ഇങ്ങനെയൊക്കെ നീ സംസാരിക്കണം പറഞ്ഞ് അവളോട് ചോദിക്കും. അപ്പോഴാണ് അവളും ഞാൻ അങ്ങനെയൊന്നും ചെയ്യലെന്ന് പറഞ്ഞ ഉടനെ ഇവനും എങ്കിൽ പിന്നെ അങ്ങനെ അല്ലെങ്കിൽ ഇവിടെ നിന്ന് പോയിക്കുവന്ന് അവളെ പറഞ്ഞയക്കും. അങ്ങനെ അവൾ പോകാൻ വേണ്ടി അവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ അന്ന് രാത്രി ബോഹാനാണ് കുറച്ച് അപ്സെറ്റ് ആയിട്ട് അവന് വീട്ടിൽ നിന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് അവൻ്റെ അമ്മയും ജോലിയെല്ലാം കഴിഞ്ഞിട്ട് വരും. അതിനുശേഷം അവരും ലൈറ്റ് ഇടാതെ വീട്ടിനകത്ത് എന്തോടെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവരടുത്തേക്ക് വന്നിരിക്കുമ്പം ഇവനാണ് കോളേജിലുള്ള സാധനം ക്ലീൻ ചെയ്ത് ഇനിയും വല്ല ആൾക്ക് പനിഷ്മെന്റ് കൊടുക്കണമെന്ന് ചോദിക്കും. ഇത് കേട്ട് അവൻ്റെ അമ്മയും ദേഷ്യത്തി ഇവൻ അവൻ്റെ ഫ്രണ്ട്സായിട്ട് ക്ലീൻ ചെയ്ത കാര്യമൊക്കെ അവരറിഞ്ഞെന്നറിയും. കൂടാതെ അവളെ യൂസ് ചെയ്ത് നീ എന്നെ ദേഷ്യപ്പെടുത്താൻ നോക്കില്ലെന്ന് പറഞ്ഞ് അവനോട് ചൂടാകുമ്പം ഇവനാണ് അമ്മയായിട്ട് കുറെ ഇങ്ങനെ ആലോചിച്ചുണ്ടെന്ന് പറഞ്ഞ് ഇവർ തമ്മിൽ തർക്കമാകും. അതിനുശേഷം അവൻ്റെ അമ്മയും ഇവന് വിദേശത്ത് കുറെ അഡ്മിഷൻ കിട്ടിയെന്ന് പറഞ്ഞ് അവിടെ ചേരനെ കുറിച്ച് ചോദിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അവനും ഞാൻ അവിടെ പോകത്തില്ലെന്ന് പണ്ടേ പറഞ്ഞില്ലേന്ന് ഇവനും തിരിച്ച് മറുപടി പറയുമ്പം പിന്നെ നിന്റെ ഫ്യൂച്ചർ നീ ഏത് നോക്കിയാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞ് ഇവനെ വഴക്കുറയും. കാരണം അവൻ്റെ അമ്മ ഇവൻ ആഗ്രഹിച്ച കോഴ്സ് തന്നെയാ അവര് വിദേശത്ത് എടുത്തേക്കുന്നത്. അതുകൊണ്ട് എന്നെ എതിർക്കാൻ വേണ്ടി നീ ഇതൊക്കെ ചെയ്യുവാണെന്ന് പറഞ്ഞ് അവരും ചോദിക്കുമ്പം ഇവനാണ് ദേഷ്യത്തി ഞാൻ എന്തുകൊണ്ട് ഇതൊക്കെ ചെയ്യുന്നത് അമ്മയ്ക്ക് തന്നെ അറിയാന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകും. അതിനുശേഷം ഇവിടെ പാർട്ട് ടൈം വർക്കെല്ലാം കഴിഞ്ഞിട്ട് മിങ്ഷി വീട്ടിലേക്ക് വരുമ്പോഴാണ് അവൾ ഇന്ന് ബോഹാൻ ബിഹേവ് ചെയ്ത കാര്യം ചോദിച്ചിട്ട് ഒരേശം അവനോട് ഞാൻ കുറച്ച് റൂഡായിട്ട് പറഞ്ഞുകൊണ്ടാണോ അവൻ ആ വിഷമത്തിൽ എന്നോട് ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നതെന്ന് അവൾ അവനോട് സോറി ചോദിക്കാൻ വേണ്ടി പോകും. അതിനുശേഷം അവൾ എന്നെ മനസ്സ് മാറ്റിയിട്ട് ഒരേശം ഇങ്ങനെ സോറി ചോദിക്കുന്നുണ്ട് അവൻ ഇന്ന് പറഞ്ഞ പോലെ ഞാൻ അവന് വീഴ്ത്താൻ നോക്കാമെന്ന് വിചാരിക്കുമെന്ന് അവളത് വേണ്ടെന്ന് വെക്കും. അതിനുശേഷം അടുത്ത ദിവസം മിങ്ഷി അവളുടെ കൂട്ടുകാരിക്ക് സപ്പോർട്ടിന് വേണ്ടി ഡാൻസ് ക്ലാസ്സിൽ പങ്കെടുക്കുമ്പോഴാണ് അവൾക്കാണ് ഒട്ടും തന്നെ ഡാൻസ് അറിയത്തില്ല. പക്ഷെ അവളുടെ കൂട്ടുകാരിക്ക് വേണ്ടി അതൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇതേ സമയം അവളുടെ കൂട്ടുകാരിയും മൊബൈൽ എടുത്ത് നോക്കുമ്പോഴാണ് മിങ്ഷി പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്ന ആരാണ്ട് ഫോട്ടോ എടുത്ത് ഈ കോളേജ് ഗ്രൂപ്പ് ഇട്ടേക്കും. അതുകൊണ്ട് ഇത് കണ്ട് അവളാണ് നിനക്കൊല്ലം പ്രശ്നമുണ്ടോ ചോദിക്കുമ്പോൾ മിങ്ഷിയാണ് ഇത് കണ്ടിട്ട് ഞാൻ ജോലി ചെയ്യുന്ന ഫോട്ടോ എടുത്ത് എനിക്കെന്താ പ്രശ്നമെന്ന് അവൾ കൂളായിട്ടിരിക്കും. അപ്പോഴാണ് കൂട്ടുകാരിയും അത് തന്നെ നമ്മൾ ആർക്ക് വേണ്ടി തോറ്റു കൊടുക്കല് എന്നതിന് അവര് ഭയങ്കര കോൺഫിഡൻസ് ആയിട്ടിരിക്കും. പക്ഷെ ഈ കോളേജ് ഒരു പ്രശ്നമുണ്ട് ഇവിടെ ഇരിക്കുന്ന നല്ല റിച്ചാ. അതുകൊണ്ട് ഇവളിങ്ങനെ ജോലി ചെയ്യുന്ന ഫോട്ടോ കണ്ട ഉടനെ ഇവളൊക്കെയാണ് ഈ കോളേജ് പഠിക്കുന്നതെന്ന് പറഞ്ഞ് എല്ലാവരും അവളെ കുറിച്ച് കളിയാക്കാൻ തുടങ്ങും. കൂടാതെ അവള് പൈസ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇതേപോലെ റിച്ച് ആയിട്ടുള്ള കോളേജും ചേർന്നിട്ട് ഇവിടുത്തെ ബോഹാൻ പോലെയുള്ള പയ്യന്മാർ സെറ്റാക്കാൻ നോക്കുന്നതെന്ന് അവളെ കുറിച്ച് മോശമായിട്ട് കുറെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഇതൊക്കെ മെയിനായിട്ട് പറയുന്ന ആ ഷിന്നിന്റെ കൂട്ടുകാരി തന്നെയാണ്. അവരാണ് ഇതൊട്ട് കേൾക്കുന്ന മിങ്ഷിയാണ് ഞാൻ വിചാരിക്കുന്നതൊക്കെ നീ എങ്ങനെ മനസ്സിലാക്കുമെന്ന് പറഞ്ഞ് അവരെയൊക്കെ ഇങ്ങനെ അനാവശ്യം പറയാതിരിക്കാൻ വേണ്ടി പറയും. പക്ഷെ അവരാണ് ഇവരെ കണ്ടു പേടിച്ച് നൈസിന് അവിടുന്ന് മുങ്ങാൻ നോക്കുമ്പം ഞാൻ ചോദിച്ചതിന് ആദ്യം മറുപടി പറഞ്ഞിട്ട് വന്ന് ഇവൾ അവരെയൊക്കെ തടഞ്ഞിർത്തും. അപ്പോഴാണ് അവിടേക്ക് ഷിന്നാണ് ഓടിയെത്തി മിങ്ഷിയുടെ ഫ്രണ്ട് ഷോ കാണിച്ചുകൊണ്ടിരിക്കും. ഗൈസ് ഇങ്ങനെ നിങ്ങൾ ഒരാളെ കുറിച്ച് മോശമായിട്ട് പറയില്ലേ എല്ലാവരും ക്ലാസ്സിലേക്ക് പോയിക്കോ എന്നതിന് അവളുടെ ഫ്രണ്ട്സിനെയൊക്കെ പറഞ്ഞു വെച്ചിട്ട് ഇതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കണ്ടെന്ന് അവളെ സമാനപ്പെടുന്ന പോലെ ആക്ട് ചെയ്യും. അതിനുശേഷം ഇനിയെങ്കിലും ആ ബോഹാന്റെ പുറകെ പോയിരിക്കാൻ വേണ്ടി ഇവൾ വാൺ ചെയ്യും. അങ്ങനെ അതിനു വേണ്ടിയാണ് മാഡം ഇതൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത്. അതിനുശേഷം മിങ്ഷിയാണ് ഇവൾ ആ കടയിൽ ജോലി ചെയ്യുന്ന ആകെ അറിയാവുന്ന ബോഹാൻ മാത്രമേ ഉള്ളെന്ന് പറഞ്ഞിട്ട് ഒരേ ശവനായിരിക്കും ഇതൊക്കെ ചെയ്തതെന്ന് ഇവൾ അവനെ തെറ്റിയിരിക്കും. പക്ഷെ അവളുടെ കൂട്ടുകാരാണ് ചിലപ്പോൾ അവനായിരിക്കത്തില്ലെന്ന് പറഞ്ഞ് ഇവളുടെ മനസ്സ് മാറ്റാൻ നോക്കുമ്പം അവനല്ലെങ്കിൽ പിന്നെ ആരാന്ന് പറഞ്ഞ് ഇവൾ അവനെ കാണാൻ വേണ്ടി ദേഷ്യം നടന്നു പോകും. അപ്പോഴാണ് കൂട്ടുകാരിയും അവളെ കാണാൻ പോവാണ് എങ്കിൽ പിന്നെ ഞാനും വായി നോക്കാൻ വരാന്ന് അവളും പുറയിലേക്ക് ഓടിച്ചില്ലും. ഇതേസമയം അവൻ അവന്റെ ഫ്രണ്ട്സായിട്ട് നമ്മളൊക്കെ റീസെന്റ് ഡേയ്സ് നല്ലോണം ഗെയിം കളിക്കുന്നില്ലെന്ന് പറഞ്ഞ് അവന് കുറച്ചും കൂടെ ട്രെയിനിങ് ചെയ്യാൻ വേണ്ടി പറയും. അങ്ങനെ ഇവരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവിടേക്ക് മിങ്ഷിയാണ് ഓടിയെത്തി ബോഹാനെ കണ്ട് ദേഷ്യത്തിൽ പറയും നീ ഈ കോളേജിൽ വലിയ ആളാന്ന് പറഞ്ഞ് എന്നെ പോലെ പാവപ്പെട്ട ആൾക്കാരെയൊക്കെ ഇങ്ങനെയാണ് ഫോട്ടോയൊക്കെ എടുത്ത് കളിയാക്കുന്നതെന്ന്. അങ്ങനെ നീ വിചാരിച്ച് അങ്ങനെയാണ് എനിക്കത് ഒട്ടും തന്നെ ഹേർട്ടായില്ലെന്ന് പറഞ്ഞ് അവള് കുറെ വിളിച്ചു പോകുമ്പം ഇവനാണ് എല്ലാം കേട്ടിട്ട് പറയുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കും. അപ്പോഴാണ് അവൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പം ഇവന്മാരെല്ലാം ഷർട്ട് ചേഞ്ച് ചെയ്തോണ്ടിരിക്കും.
ചോദിക്കും. അതോടെ അവള് നാണിച്ച് അവിടെ നിന്ന് ഓടിപ്പോകുമ്പോഴാണ് അവിടേക്ക് ഒരു ഇവളുടെ കൂട്ടുകാരിയും ഇവിടെ നല്ല വൈബ് കിട്ടുന്നുണ്ടല്ലോ എന്നിട്ട് നൈസിന് അവൾ ഫോട്ടോ എടുത്തിട്ട് അവിടെ നിന്ന് പോകും. അപ്പരാണ് ബോഹാനും ഇവിടെ ഇപ്പം എന്തോ നടന്നേന്ന് പറഞ്ഞ് അവൻ ഇതിനെക്കുറിച്ച് തിരക്കും. അപ്പരാണ് അവന്റെ കൂട്ടുകാരനും അവൾ നിന്നെ വന്ന് ചറപറാൻ ചീത്ത വിളിച്ചെന്ന് അവൻ ആ കാര്യമൊക്കെ പറയുമ്പം ഇത് കേട്ട് ബോഹാനും ദേഷ്യത്തി അതല്ലട മണ്ട, ഈ സ്കൂളിൽ ഇപ്പം എന്തോ നടന്നേ, അവൾ എന്തിനാ ദേഷ്യപ്പെട്ടെന്ന് ഞാൻ ചോദിച്ചത്. എന്നിട്ട് ഇവൻ ചോദിക്കുമ്പോഴാണ് ചെന്നാണ് ഇവന്മാർക്കെല്ലാം കാര്യം കാണിക്കും ഇവൾ ജോലി ചെയ്യുന്ന ഫോട്ടോ ആരും എടുത്തെന്ന് അറിഞ്ഞ്. അതിനുശേഷം അവൻ അവളുടെ പുറകെ ചെന്നിട്ട് ഈ ഫോട്ടോ അവനൊന്നില്ല എടുത്തിട്ടേന്ന് പറഞ്ഞിട്ട് അവൻ അല്ലെങ്കിൽ പോലും മനുഷ്യർ തമ്മിൽ ഡിഫറൻസ് ഒന്നും കാണത്തില്ലെന്ന് പറഞ്ഞ് ഇവളെ പറഞ്ഞ് മനസ്സിലാക്കും. അതോടെ അവളാണ് കുറ്റം മനസ്സിലാക്കി ഇവനെ വെറുതെ ആവശ്യമില്ലാത്ത കുറ്റങ്ങളൊക്കെ പറഞ്ഞതിന് സോറി പറയും. അപ്പോഴാണ് അവനും അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഇവൻ അവളെ ആശ്വാസപ്പെടുത്തുമ്പോഴാണ് അവളാണ് അന്ന് ഇവനോട് സംസാരിച്ച് ഇവന് ദേഷ്യപ്പെട്ടെന്ന് ചോദിക്കും. അങ്ങനെ അതുകൊണ്ടാണ് മൈൻഡ് ചെയ്യാതെ പോകുന്നതെന്ന് ഇവളും ചോദിക്കുമ്പം അവനാണ് നീയല്ലേ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞിട്ട് പോയെന്ന് അവനും പറയും. അതോടെ അവളാണ് ഞാൻ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ പറഞ്ഞേക്ക് നിന്റെ അമ്മ കാരണമെന്ന് പറഞ്ഞ് ഇവളും പറയും ഇവള് കാരണം ഇവൻ അവന്റെ അമ്മേന്റെയും പ്രശ്നമൊന്നും വരില്ലെന്ന്. പക്ഷെ അവനാണ് അതൊന്നും ഇവള് വിചാരിക്കണമെന്ന് പറഞ്ഞ ഉടനെ ഇവളെങ്കിൽ പിന്നെ ഒരു ഫ്രണ്ടായിട്ട് ഇവൻ നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പറയും. കാരണം ഈ കോളേജിൽ കിട്ടിയ രണ്ടാമത്തെ ഫ്രണ്ട് ഇവനാ. ഇത് കേട്ട് അവനാണ് സന്തോഷത്തി അപ്പോൾ നീ എന്നെ ഒരു നല്ല ഫ്രണ്ടായിട്ടാണ് കാണുന്നത്, എങ്കിൽ പിന്നെ നമ്മളിപ്പോൾ ഫ്രണ്ട്സാ. എന്നിട്ട് അവർ രണ്ടുപേരും കൂടെ വീണ്ടും പഴയതുപോലെ സംസാരിക്കും. അങ്ങനെ അത് അവന് ഭയങ്കര സന്തോഷമാണ്. അപ്പോഴാണ് അവളും എങ്കിൽ പിന്നെ ഈ ഫോട്ടോയൊക്കെ ആരെടുത്തിട്ട് ചോദിക്കുമ്പം അവൻ ഈ കാര്യമൊക്കെ അവൻ നോക്കിക്കോളാം പറയും. അതുകൊണ്ട് ഇവളെ വിഷമിക്കാതിരിക്കാൻ പറയുമ്പം അവളിവന് വിശ്വസിക്കാൻ പറ്റുമെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും ഞാനൊരു വാക്ക് പറഞ്ഞ പിന്നെ അത് ഞാൻ പാലിച്ചിട്ടുള്ളൂ ബാക്കി കാര്യം എന്ന് പറഞ്ഞ് ഇവളെ അവിടെ നിന്ന് പറഞ്ഞയക്കും. അങ്ങനെ അവന് നേരെ ചെല്ലുന്നത് ആ ഷിന്നിനെ കാണാനാ. കാരണം അവള് തന്നെയാ ഈ പരിപാടി ചെയ്തെന്ന് അവന് നല്ല ഉറപ്പുണ്ട്. അതേപോലെ അവളും ഇവൻ ആ മിങ്ഷിയുടെ പുറകെ പോകുന്നുണ്ട്. അവൾ ജോലി ചെയ്യുന്ന ഫോട്ടോ ഇവൾ ഗ്രൂപ്പ് എടുത്തിട്ടെന്ന് പറയും. പക്ഷെ ആ കമാൻഡൊക്കെ വരുന്ന ഇവളുടെ തെറ്റല്ലെന്ന് പറയുമ്പം ഇത് കേട്ട് അവനാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ തമ്മിലുള്ള റിലേഷൻ കൂടുതലും ഡേഞ്ചറിലോട്ട് പോകാന്ന് പറഞ്ഞ് അവളെ വാൺ ചെയ്യും. എന്നിട്ട് അവനും ഇനി അവളെ കുറിച്ച് ഇങ്ങനെ മോശമായിട്ട് കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്യില്ലെന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ തന്നെ സോൾവ് ചെയ്യാൻ പറഞ്ഞ് അവൻ അവിടെ നിന്ന് ഇറങ്ങും. അതിനുശേഷം ഇവളുടെ കോമ്പറ്റീഷന് വേണ്ടി പോകുമ്പോഴാണ് ബോഹാൻ ഇവളുടെ മത്സരം കാണാൻ വരാത്തോണ്ട് അവള് വിഷമിച്ച് ഇവള് പ്രാക്ടീസ് ചെയ്ത പാട്ടൊന്നും പാടാതെ അവന് ഇഷ്ടപ്പെട്ട സോങ് ഇവള് പ്ലേ ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് മനസ്സിലാക്കുന്ന അവളുടെ അമ്മയാണ്. അവളോട് നല്ല ദേഷ്യം തോന്നും. അങ്ങനെ മത്സരം കഴിഞ്ഞിട്ട് അവളും ബോഹാൻ ഇവളുടെ മത്സരം കാണാൻ വരാത്തോണ്ട് അവന്റെ വീട്ടിന്റെ പുറത്തുനിന്ന് ഇവളും കുറെ മദ്യപിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അവിടേക്ക് വരുന്ന അവനാണ് നിനക്കെന്ത് ഇവിടെ കാര്യം എന്ന് പറഞ്ഞ് അവളോട് ചോദിക്കുമ്പം അവളും ദേഷ്യത്തി നീ എന്തിനാ എന്റെ മത്സരം കാണാൻ വരാത്ത ബോഹാന്ന് പറഞ്ഞ് അവന്റെ അടുത്ത് കരഞ്ഞോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കണ്ടിട്ട് അവനും നിനക്ക് എന്ത് സംസാരിക്കുന്നുണ്ടെങ്കിലും നമുക്കത് അകത്ത് വെച്ചാന്ന് പറഞ്ഞിട്ട് അവളെ വിളിച്ചോണ്ട് വീട്ടിലേക്ക് പോകും. അതിനുശേഷം അവളാണ് കുറച്ച് ബോധം വന്നിട്ട് അവൾ എന്താ മ്യൂസിക് പ്ലേ ചെയ്തത് ഇവന് വേണ്ടിയാന്ന് പറഞ്ഞ് വിഷമിച്ചോണ്ടിരിക്കും. പക്ഷെ ഇവൻ ഇന്ന് വരാത്തോണ്ട് അവൾ നല്ല രീതിക്ക് വിഷമിച്ചിരിക്കുമെന്ന് പറയുമ്പം അവനാണ് ഇത് കേട്ടിട്ട് നീ എങ്ങനെ സംസാരിച്ചു നോക്കിയാലും നമ്മൾ പഴയതുപോലെ ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കാൻ പോകുന്നില്ലെന്ന് അവർ തമ്മിലുള്ള റിലേഷന് അവനൊരു എൻഡ് വയ്ക്കും. പക്ഷെ ഇത് മനസ്സിലാക്കാതെ അവളാണ് മിങ്ഷി കാരണമാണ് നീ എന്നെ മൈൻഡ് ചെയ്യാത്തതെന്ന് പറഞ്ഞ് ഇവള് പണ്ട് നടന്ന കാര്യത്തിനൊക്കെ സോറി പറഞ്ഞില്ലേന്ന് ഇവനോടൊരു സ്നേഹം പറഞ്ഞോണ്ടിരിക്കും. അങ്ങനെ നിനക്ക് വേണ്ടി ഞാൻ ചിയർ ചെയ്യാൻ വേണ്ടിയും ആ ടീമിൽ ചേർന്ന് പോരാതെ സോറി പറഞ്ഞ് ഞാൻ നിന്റെ പുറകെ തന്നെ നടക്കുക, എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ് എന്നിന് അവളും പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് അതേസമയം അവിടേക്ക് ഇവൾ അന്വേഷിച്ച് ആ യാനം വരും. അതോടെ അവനും അവൾ അകത്തിടന്ന് ഉറങ്ങാന്ന് പറഞ്ഞുടനെ ഇവനും ദേഷ്യത്തി അവളെയും വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ അവന് സേഫായിട്ട് അവൾക്ക് കുറെ കെയറേയും കാണിച്ച് വിളിച്ചോണ്ടോ നോക്കുമ്പോഴാണ് അവളാണ് ബോധമില്ലാതെ തന്നെ ഇവന്റെ കൈ കയറി പിടിച്ചിട്ട് നീ മിങ്ഷിയുടെ പുറകെ എന്തിനാ പോന്നേന്ന് പറഞ്ഞ് അവൾ വീണ്ടും വിഷമിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കാണുന്ന ഇവനാണ് ഭയങ്കര ദേഷ്യത്തി അകത്തിരിക്കുന്ന ബോഹാനെ നോക്കി കലിപ്പിച്ചോണ്ടിരിക്കും. എന്നിട്ട് ബോഹാന്റെ അമ്മയും തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴാണ് അവനെ കണ്ട് സംസാരിക്കും. ആ മിങ്ഷി കാരണം ഇവ ഷിന്നിന്റെ മത്സരം കാണാൻ പോകാത്തേക്ക് അവളുടെ അമ്മ ഇപ്പൊ വിളിച്ചു പറഞ്ഞെന്ന്. അതുകൊണ്ട് മിങ്ഷിയെ വാൺ ചെയ്തിട്ടും അവൾ നിന്റെ പുറത്തിന് നടക്കുവാണെന്ന് പറഞ്ഞ് ഇവിടെ അവന്റെ അമ്മ ചോദ്യം ചെയ്യുമ്പോഴാണ് ഇത് കേട്ട് അവനാണ് നിങ്ങൾ വീണ്ടും വെറുതെ അവളെ ശല്യപ്പെടുത്തില്ലെന്ന് പറഞ്ഞ് അവൻ അവന്റെ അമ്മയോട് പറഞ്ഞു നോക്കുമ്പം അവരാണ് ഞാൻ ബുദ്ധിമുട്ട് കൊടുത്തില്ലെങ്കിലും ഇപ്പൊ ആ മിങ്ഷിയെ കുറിച്ച് ആ ഷിന്നിന്റെ അമ്മ അറിഞ്ഞോണ്ട് അവർ നോക്കി ചുമ്മാ നിൽക്കത്തില്ലെന്ന് പറയും. അപ്പോഴാണ് ഇത് കേട്ട് അവനും ആര് പ്രശ്നം ഉണ്ടാക്കിയാലും നിങ്ങൾ നാണം കെടുത്താൻ പോകുന്ന എന്നെയാന്ന് പറഞ്ഞ് അവനും പറയും അവന് മിങ്ഷി ഇഷ്ടമാണ്. അങ്ങനെ ഇത് കേട്ട് അവന്റെ അമ്മയാണ് ഷോക്കായി സത്യമാണോടെ നീ പറയുന്നതെന്ന് പറഞ്ഞ് അവരോട് ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിനുശേഷം അടുത്ത ദിവസം തന്നെ അവൻ പ്രൊപ്പോസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് നേരെ അവൾക്ക് വേണ്ടി കോളേജ് വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. ഇതേ സമയം അവളുടെ കൂട്ടുകാരോട് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവനാണ് എനിക്കൊരു കാര്യം പറയാണ്ടെന്ന് പറഞ്ഞ് അവളെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറയും. പക്ഷെ അവൾ എന്തായാലും നമുക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് സംസാരിക്കാന്ന് പറയുമ്പം ഇവൻ അത്ര സമയം ഒന്നും വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഇവനെ തന്ന ലവ് ലെറ്റർ ഇവളല്ല എഴുതിയെങ്കിൽ അത് പിന്നെ ആരാൻ ചോദിക്കും. അപ്പോഴാണ് അവളും എന്റെ കൂട്ടുകാരെന്ന് പറഞ്ഞ് അവളെ കാണിക്കുമ്പം ഇവൻ അങ്ങോട്ടേക്ക് തിരിഞ്ഞു വെക്കും. അതോടെ അവളാണ് പേടിച്ചിട്ട് ഞാനൊന്നുമില്ല നിങ്ങൾ ഒറ്റയ്ക്ക് സംസാരിക്കണ്ട ഞാൻ പോവാ എന്നിട്ട് നൈസിന് അവൾ അവിടെ നിന്ന് മുങ്ങും. അതിനുശേഷം ഇവൻ അവളെ പിടിച്ച് നിർത്തുമ്പോഴാണ് അവളിപ്പോ എന്തോ സംസാരിക്കണമെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും സോറി ഞാനിപ്പോ എന്റെ മനസ്സ് മാറ്റി, ഇന്നലെ പറഞ്ഞ പോലെ എനിക്ക് നിന്റെ കൂടെ ഫ്രണ്ട്സ് ആകാൻ പറ്റത്തില്ല എന്നിട്ട് ഇവൻ പറയുമ്പോഴാണ് അവളും അതെന്തുവാ നമ്മൾ നല്ല ഫ്രണ്ട്സ് അല്ലായിരുന്നു, അതിന് മുമ്പ് എന്നോട് ദേഷ്യമായ ദേഷ്യമല്ല സ്നേഹം കൂടിപ്പോയി എനിക്ക് നിന്നെ ഇഷ്ടമാണ് ഐ ലവ് യു എന്നിട്ട് ഇവനും പറയുമ്പം അവളാണ് ആ
ആരെങ്കിലും കേൾക്കും പറഞ്ഞ് ഇവന്റെ വായ അടയ്ക്കും. അപ്പരാണ് അവനും ഈ പറഞ്ഞ എന്തോ തെറ്റ്, എനിക്ക് നിന്നെ ഇഷ്ടം, അതാ സത്യം. എന്നിന് അവനും പറയുമ്പം അവൾ ഫോൺ അടിക്കുന്ന പറഞ്ഞിട്ട് അവിടെ നോടി പോകും. അതിനുശേഷം ഫോൺ എടുക്കുമ്പോഴാണ് വിളിച്ചവന്റെ അമ്മയായിരിക്കും. അതുകൊണ്ട് അവരാണ് ഇത് കണ്ടിട്ട് നീ സത്യത്തിൽ ഇപ്പോൾ അവളെ പ്രൊപ്പോസ് ചെയ്താണെന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് ഇവനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പരാണ് അവനും നിങ്ങൾ തന്നെ കണ്ടില്ല, അതുകൊണ്ട് ഇനി മേലെ നിങ്ങൾ അവളെ ശല്യപ്പെടുത്തല്ലേ, എനിക്ക് അവളെ ഇഷ്ടം. എന്നിട്ട് അവനും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യും. അങ്ങനെ അടുത്ത ദിവസം ഷിന്നിന്റെ അമ്മയാണ് ദേഷ്യത്തിൽ ഇവിടെ അവനെ ആലോചിച്ച് ഇന്നലെ കോൺസെപ്റ്റ് മൊത്തത്തിൽ നശിപ്പിച്ചതിന് നീ ഇവിടെ തന്നെ കടന്ന് കരയെന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോകും. അതേസമയം അവിടേക്ക് ഞാനും വരുമ്പോഴാണ് അവളുടെ അമ്മ വെറുതെ അവളെ ആശ്വസിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് ഇവനെ പറഞ്ഞിടാൻ വേണ്ടി നോക്കും. പക്ഷെ അവനാണ് അവളെ സ്നേഹിക്കുന്നുണ്ട് അടുത്തേക്ക് ചെന്ന് അവളെ ആശ്വാസപ്പെടുത്താൻ വേണ്ടി നോക്കും. പക്ഷെ അവള് ദേഷ്യത്തിൽ ഇറങ്ങിപ്പോന്ന് പറഞ്ഞ് അവനെ പറഞ്ഞിടാൻ നോക്കുമ്പം അവൻ എന്തേലും പ്രശ്നമുണ്ട് നിനക്ക് എന്നോട് പറയാന്ന് അവളോട് ചോദിക്കും. അതിനുശേഷം അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ നോക്കുമ്പോഴാണ് ഇവളാണ് ഞാൻ എന്ന് പറഞ്ഞ് അവനെ വിളിക്കും. അപ്പോഴാണ് അവനും ഞാനെങ്ങും പോകുന്നില്ല, ഞാൻ താഴത്തിന് ഇരിപ്പുണ്ട് എന്നിന് അവനും പറഞ്ഞിട്ട് താഴേക്ക് പോകും. അതിനുശേഷം അവനും ആ മിങ്ഷി കാരണമല്ലേ ഇവളിങ്ങനെ വിഷമിച്ചിരിക്കുന്നതെന്ന് അവളോട് ഇവനെ ഭയങ്കര പകയാകും. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് അവൾ കഴിക്കാൻ വേണ്ടി താഴേക്ക് വരുമ്പോഴാണ് ഇത് കണ്ട് ഇവനും ചിരിച്ചോണ്ട് എനിക്ക് അപ്പോഴേ അറിയാമെന്ന് പറഞ്ഞ് ഇവരുണ്ട് സംസാരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അവളും ഇന്നലെ ഇവള് ബോധമില്ലാതെ കുറെ കാണിച്ചു വിട്ട് കരഞ്ഞോണ്ടിരുന്നേന്ന് പറഞ്ഞ് അവളുടെ അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയും. അതുകൊണ്ട് ഇവന്റെ ഫ്രണ്ടിലും അങ്ങനെയെല്ലാം കാണിച്ചു കൂട്ടി ഇവനെ ഫോട്ടോ എടുത്തിട്ടുണ്ടെന്ന് ചോദിക്കുമ്പം അവനാണ് ആ ഫോട്ടോ എങ്ങനെയാണെങ്കിലും എന്റെ മനസ്സിൽ എപ്പോഴും നീ കാണാൻ ബ്യൂട്ടിഫുൾ ആണെന്ന് പറയും. പക്ഷെ അവള് നീ മാത്രം വിചാരിച്ചിട്ട് എന്തോ കാര്യമെന്ന് ബോഹാനോർത്ത് വിഷമിച്ചോണ്ടിരിക്കും. അങ്ങനെ ഇത് കേട്ട് അവനാണ് ഇവനെ മനസ്സിൽ അവൾ എടുക്കാത്തോണ്ട് അവനെ നല്ലോണം ഹേർട്ടാകും. അപ്പോഴായിരിക്കും അവള് ഇവനോട് സഹായം ചോദിക്കുന്നത്. അങ്ങനെ അടുത്ത സീനി ഇവിടെ ബോഹാനാണ് അവളുടെ പുറകെ സൈക്കിൾ കൊണ്ടുപോകുമ്പോഴാണ് അവളാണ് എന്നെ എന്തിനാ ഫോളോ ചെയ്യുന്നത് ചോദിക്കും. അപ്പോഴാണ് അവനും സോറി ഞാൻ നിന്നെ ഫോളോ ചെയ്യില്ല, എന്റെ വീട് ഇങ്ങോട്ടാ എന്നിന് അവനും പുറകെ ചെന്ന് അവളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതിനുശേഷം അവളും ഇവനെ ഫേസ് ചെയ്യാൻ പറ്റാതെ കടയിലേക്ക് ചെല്ലുമ്പം അവന് കടയിലേക്ക് ഡ്രിങ്ക്സ് വാങ്ങിക്കാൻ വന്നതെന്ന് പറഞ്ഞ് അവളുടെ പുറകെ തന്നെ നടന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് അവള് ഇവൻ കാണാതിരിക്കാൻ വേണ്ടി പേടിച്ച് ഇങ്ങനെ കുനിഞ്ഞിരിക്കുമ്പോഴാണ് നിനക്ക് ഒളിഞ്ഞിരിക്കും വേറെ സ്ഥലമൊന്നും കിട്ടില്ലെന്ന് പറഞ്ഞ് അവൻ അവളെ കളിയായിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അവളും നീ എന്തിനാ ഇങ്ങനെ ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവനെ പോകാൻ പറയുമ്പം എനിക്ക് ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ ഫോളോ ചെയ്ത് എന്തെന്ന് പറഞ്ഞ് അവന് വീണ്ടും വീണ്ടും ഇവൾ ഇഷ്ടമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. കൂടാതെ ഇപ്പോൾ ഒരു പ്രൂഫായിട്ട് ഇവളുടെ കടയിലെ മാനേജറുണ്ട്. അങ്ങനെ അതും പറഞ്ഞ ഉടനെ ഇവളാണ് മാനേജറിനോട് ഇവൻ പറയുന്നത് വിശ്വസിക്കില്ലെന്ന് പറയും. അപ്പോഴാണ് ഇവർ തമ്മിലുള്ള ചൈൽഡിഷ് ആയിട്ടുള്ള ഫൈറ്റ് ഉണ്ട്. അദ്ദേഹം ഇവിടെ ക്യാമറയെ കൊണ്ട് മക്കളെ നിറഞ്ഞ് അവരെ അങ്ങ് മിണ്ടാതാക്കും. അപ്പോഴാണ് അവളും എങ്കിൽ പിന്നെ ഒരു മണിക്കൂർ ഞാൻ ലഞ്ചിനുള്ള സമയം എടുക്കുമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ പെർമിഷൻ വാങ്ങിച്ച് പോകാൻ വേണ്ടി റെഡിയാകും. അപ്പോഴാണ് അയാളും എങ്കിൽ പിന്നെ മോള് പോയി ഡേറ്റ് പൊളിക്കുന്ന പറഞ്ഞ ഉടനെ ഇവളാണ് നാണിച്ചിട്ട് നിങ്ങൾ എന്തോ പറയുന്നതെന്ന് അദ്ദേഹത്തിനോട് ദേഷ്യപ്പെട്ടിട്ട് ഇവളെ വിളിച്ചിട്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം ഇവനാണ് ഭയങ്കര സന്തോഷത്തിൽ അവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പം അവളും നിന്റെ അമ്മയെ വെറുപ്പിക്കാൻ വേണ്ടി എന്നെ ഇഷ്ടമെന്ന് ഇങ്ങനെ ചുമ്മാ പറയേണ്ടെന്ന് അവൾ അവനെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അവനും ആര് പറഞ്ഞ് എന്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ നിന്നെ പ്രൊപ്പോസ് ചെയ്തതെന്ന്, എങ്കിൽ പിന്നെ നിനക്ക് എന്നെ ഇഷ്ടമല്ല എന്ന് ഇവൻ ചോദിക്കുമ്പോൾ അവളും എന്റെ മനസ്സ് കല്ലാടാ, ഞാൻ അങ്ങനെ പെട്ടെന്ന് ആർക്കും വീണ് കൊടുക്കത്തില്ല, നീ ഫുഡൊക്കെ എടുത്ത് കഴിച്ചു നോക്ക് എന്നിന് അവൾ പറയുമ്പോൾ അവനും ഇത് ഫുള്ള് ഫാസ്റ്റ് ഫുഡ്, ഇതൊക്കെ ഇനി കഴിക്കത്തുള്ളൂ, ഷുഗർ കൂടുതലാ സോൾട്ട് കൂടുതലാ നോർമലായിട്ട് ഒന്നും ഇല്ലല്ലോ ഇതിനകത്ത് എന്നിന് അവനത് കഴിച്ചു നോക്കിയിട്ട് ഇതൊന്നും ഹെൽത്തി അല്ലെന്ന് പറയും. ഇതോടെ അവളാണ് ഉള്ള പൈസക്ക് ഇതൊക്കെ കഴിച്ചാൽ മതി പറഞ്ഞിട്ട് അവളതൊക്കെ അടിച്ചുവാരി കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവനും ഇവളി കോളേജിലേക്ക് ട്രാൻസ്ഫർ ആയി വരാൻ കാരണം പഴയ സ്കൂളിൽ ഇവളെല്ലാം തെറ്റ് ചെയ്തെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും അതൊന്നല്ല റീസൺ, ഇവളുടെ അച്ഛൻ ഇപ്പൊ പഠിക്കുന്ന ഈ കോളേജിലെ സ്വിമ്മിങ് സാറായിട്ട് വർക്ക് ചെയ്ത, പക്ഷെ അദ്ദേഹം മരിച്ചോടെ ഇവൾക്ക് ഈ കോളേജ് പഠിക്കാൻ ഒരു ചാൻസ് കിട്ടി, അങ്ങനെ അതുകൊണ്ടാ ഇത്ര റിച്ച് ആയിട്ടുള്ള കോളേജിലേക്ക് അവൾ കയറി വന്നെന്ന് പറയും. അപ്പോഴാണ് അവനും എങ്കിൽ പിന്നെ ഇവളെന്തിനാ സൂപ്പർ മാർക്കറ്റിലേക്ക് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പം അവള് ഞങ്ങൾക്ക് കുറച്ച് കടമുള്ളതുണ്ട്, അമ്മ മാത്രം കഷ്ടപ്പെടണമെന്ന് പറഞ്ഞാൽ ഇവൾ അവിടെ ചെന്ന് എക്സ്ട്രാ ജോലി ചെയ്യുന്നെന്ന് പറയും. അതുകൊണ്ട് പഠിക്കാനുള്ള അത്യാവശ്യം പൈസയൊക്കെ ഇവൾ ഒപ്പിച്ചോളെന്ന് പറയുമ്പം അവനാണ് എങ്കിൽ പിന്നെ ഇവള് പരസ്യം ചെയ്ത പോലെ 3 ഡ്രിങ്ക്സ് വാങ്ങിച്ചു പറഞ്ഞാൽ ഫ്രീ ആണെന്ന് ചോദിക്കും. ഇത് കേട്ട് അവളാണ് ഞാൻ നോട്ടീസൊക്കെ വായിച്ചായിരുന്നെന്ന് പറഞ്ഞ് അവളത് കഷ്ടപ്പെട്ട എല്ലാവർക്കും വിറ്റുകൊടുത്തെന്ന് പറയും. അങ്ങനെ അവസാനം ഒരാളെ കൊണ്ടെങ്കിലും ഫലം കിട്ടിയെന്ന് പറഞ്ഞ ഉടനെ ഇവനാണ് നീ കഷ്ടിച്ചൊന്നല്ല വിറ്റ് അടുത്ത ആൾക്കാർ ശല്യപ്പെടുത്തിയ വിറ്റെന്ന് പറയും.
പറയും. അപ്പോഴാണ് അവളും ഞാനല്ലവിടെ ശല്യപ്പെടുത്തിയത്, ഇന്നാ നീ എൻ്റെ പുറകിൽ ശല്യപ്പെടുത്തിയത്, അതിൻ്റെ പേരാണ് ശല്യം. എന്നിട്ട് ഇവള് പറഞ്ഞിട്ട് അവൻ അവിടെ നടന്നു പോകുമ്പം ഇവള് സംസാരിക്കുമ്പോൾ എങ്ങോട്ടേക്കാ നടന്നു പോകുന്നു ചോദിക്കും. അപ്പോഴാണ് അവനും ദാ ഇതാണ് ശല്യം, മനുഷ്യർക്ക് വെറുതെ നടന്നൂടെ. എന്നിട്ട് അവനും കളിയായിക്കൊണ്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം അവൻ അവൾ ജോലി ചെയ്യുന്ന കടയിലേക്ക് ചെന്നിട്ട് അവൻ കുറെ കഴിക്കാൻ വേണ്ടി സ്നാക്സ് ഫുഡൊക്കെ വാങ്ങിക്കും. അപ്പോഴാണ് ഇത് കണ്ടിട്ട് അവളും ഇത്ര സാധനം ആർക്കാന്ന് പറഞ്ഞ് അവൻ ഇവളുടെ പുറകെ തന്നെ ആ സാധനങ്ങൾ എടുത്തുകൊടുത്തോണ്ടിരിക്കുമ്പം അവന് പതി ഇവളുടെ അടുത്തേക്ക് വന്നിട്ട് അവിടുത്തെ സാധനം എടുക്കാൻ വേണ്ടി പോകും. പക്ഷെ ഇവളാണ് തെറ്റിരിച്ച് നീ ഇപ്പം എന്തുവാ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞ് ചോദിക്കുമ്പം അവന് പാലെടുത്താൽ നിനക്കെന്താ പ്രശ്നം എന്ന് പറഞ്ഞ് അവനും ചിരിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ അവസാനം ബില്ലിടുമ്പോഴാണ് അവൻ ഈ വാങ്ങിച്ച സാധനങ്ങൾ ഫുള്ളും ഇവൾക്കായിരിക്കും. അതിനുശേഷം അവളും ഈ സാധനങ്ങളൊക്കെ പോയി നിനക്ക് വേണ്ടി ചോദിക്കുമ്പം അവൻ എനിക്ക് ഈ ലോലിപോപ്പ് മാത്രമേ വാങ്ങിച്ചുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൻ ബായി പറഞ്ഞ് അവിടെ നിന്ന് പോകും. കാരണം ഇവൾ ഇവിടുത്തെ എക്സ്പയർ ആയിട്ടുള്ള ഫുഡ് മാത്രമേ കഴിക്കത്തുള്ളൂ, അവൾ പൈസയൊക്കെ ലാഭിക്കാൻ വേണ്ടി. അപ്പോഴാണ് ഇത് കാണുന്ന മാനേജറാണ് ഇത് ലവ് ആണ് മോളെ എന്ന് പറഞ്ഞ് അവളെ കളിയാക്കും. അപ്പോഴാണ് അവളും ഞാനൊന്നും അവനെ പ്രേമിക്കുന്നില്ലെന്ന് പറഞ്ഞ് അവൾ ഇവൻ എന്തൊക്കെയാ വാങ്ങിച്ചെന്ന് പറഞ്ഞ് അവൾ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് മാനേജറും അതിനകത്ത് ഫുള്ള് ലവ് ആ മോളെന്ന് പറഞ്ഞ് ഇവളെ മൊത്തം ഷൈയാക്കി അവൾ അവിടെ നിന്ന് ഓടിപ്പോകും. അങ്ങനെ വർക്കെല്ലാം കഴിഞ്ഞിട്ട് അവൾ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴാണ് അവിടെ യാൻ്റെ ആൾക്കാരെല്ലാം വീണ്ടും ബോഹാനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. ഇത് കണ്ട് ഇവളാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ബോഹാൻ എന്ന് പറഞ്ഞ് അവനെ വിളിക്കുമ്പം അവൻ ഇവളെ കണ്ടിട്ട് ഞങ്ങൾ ചുമ്മാ സംസാരിച്ചോണ്ടിരിക്കാന്ന് പറഞ്ഞ് അവളെ പെട്ടെന്ന് ഇവിടുന്ന് പോകാൻ വേണ്ടി പറയും. അപ്പോഴാണ് ഇവളെ കാണുന്ന ഞാനാണ് അടുത്തേക്ക് വന്നിട്ട് ഓ നീ ഇവിടെ ഉണ്ടോ, എങ്കിൽ പിന്നെ സെറ്റായി എന്നിന് അവളെയും കൂടെ ഉപദ്രവിക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുക. അപ്പോഴാണ് ഇത് മനസ്സിലാക്കുന്ന ബോഹാനാണ് ഞങ്ങൾ ചുമ്മാ ഫ്രണ്ട്സ് ആയിട്ട് കുറച്ച് സംസാരിച്ചോണ്ടിരിക്കാന്ന് പറഞ്ഞ് അവളെ പെട്ടെന്ന് പോകാൻ പറയും. അതുകൊണ്ട് അവളും ഇവൻ പറയുന്നുണ്ട് എങ്കിൽ പിന്നെ പ്രശ്നമൊന്നുമില്ല നീ പെട്ടെന്ന് വീട്ടിൽ പോയിക്കാന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകും. പക്ഷെ അവൻ ഇവളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ചുമ്മാ കള്ളം പറഞ്ഞ. അങ്ങനെ വീട്ടിൽ പോയതിനു ശേഷം ഇവളും ബോഹാനെ അവന്മാരിട്ടൊക്കെ അടിക്കുന്ന പോലെയൊക്കെ ഇവൾക്ക് സ്വപ്നം വരും. അതിനുശേഷം അവള് ടെൻഷനായി വീണ്ടും ആ സ്ഥലത്തേക്ക് ചെന്ന് നോക്കുമ്പോഴാണ് അവിടെ ബോഹാന്റെ ഫോണും കുറച്ച് സാധനങ്ങൾ തറയെ കിടക്കും. അതിനുശേഷം അവളെടുത്തിട്ട് ഇവൻ ഇത് എന്തോ പറ്റിയെന്ന് പറഞ്ഞ് അവളാകെ ഇവിടെ ടെൻഷനായി പോകും. അതിനുശേഷം അടുത്ത ദിവസം ഇവളും കോളേജ് വെച്ച് അവനെ ഫോൺ കൊടുക്കാന്ന് പറഞ്ഞിരിക്കുമ്പം അവനാണ് ക്ലാസ്സിലൊന്നും വരത്തില്ല. അതിനുശേഷം ഇവളും അവന്റെ ഫ്രണ്ട്സിനോട് ഞാൻ ചോദിക്കുമ്പം അവന്മാരും ബോഹാൻ അവിടെ പോയി ഞങ്ങൾക്ക് അറിയത്തില്ലെന്ന് അവന്മാരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇവളും എങ്കിൽ പിന്നെ അവന്റെ ഫോണൊന്ന് കൊടുത്തേക്കോന്ന് പറഞ്ഞ് ഇവന്മാരെ കൊടുക്കാൻ പോകുമ്പം അവന്മാർ അവന്റെ ഫോൺ എങ്ങനെയാ മോള് നിന്റെ വന്നെന്ന് പറഞ്ഞ് ഇവളായിട്ടങ്ങ് ആക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അവളും ഇന്നലെ കുറച്ച് റൗഡി പയ്യന്മാരൊക്കെ അവനെ ചുറ്റി ഇന്ന് സംസാരിച്ചിട്ടിരുന്നപ്പം അവൻ ഈ ഫോണിൽ മിസ് ചെയ്തതെന്ന് പറയുമ്പം ഇത് കേട്ട് ഇവന്മാരാണ് അങ്ങനെയാണേലും ബോഹാന് വലുതായിട്ടൊന്നും സംഭവിച്ചാണത്തില്ലെന്ന് പറഞ്ഞ് അവനോർത്ത് പേടിക്കണമെന്ന് പറയും. അതിനുശേഷം അവന്മാരൊരുത്തനും ആ ഫോം അയക്കാൻ വേണ്ടി പോകുമ്പോഴാണ് അടുത്തിരുന്ന് വേറൊരുത്തനാണ് ഇത് ഇവള് തന്നെ കൊടുത്ത് സെറ്റ് ആവട്ടെ എന്ന് അവനങ്ങ് തടഞ്ഞു നിർത്തും. അതുകൊണ്ട് അവന്മാരും കുറച്ച് ബിസി ആയതുകൊണ്ട് ഇവള് തന്നെ ബോഹാന്റെ വീട്ടിൽ ചെന്ന് ഈ ഫോൺ കൊടുക്കണം എന്ന് പറഞ്ഞ് അവന്റെ അഡ്രസ്സ് ഇവൾക്ക് ഷെയർ ചെയ്തും കൊടുക്കും. അങ്ങനെ അന്ന് വൈകിട്ട് ഇവൾ അവളുടെ കൂട്ടുകാരായിട്ട് സ്വിമ്മിംഗ് പൂളിൽ നിന്ന് ക്ലീൻ ഒക്കെ ചെയ്തോണ്ടിരിക്കും. കാരണം ഇവൾ സ്വിമ്മിംഗ് ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്യാത്തതുകൊണ്ട് അതിന്റെ പനിഷ്മെന്റ് ആയിട്ട് ഇവളായിരിക്കും അത് ഫുള്ളും ക്ലീൻ ചെയ്യേണ്ട. അപ്പോഴാണ് ഇവളുടെ കൂട്ടുകാരിയും ഇപ്പോഴും നിനക്ക് സ്വിമ്മിംഗ് ചെയ്യാൻ പേടിയാണെന്ന് പറഞ്ഞ് അവൾ അതിനെ കുറിച്ച് തിരക്കും. അങ്ങനെ മിങ്ഷിയുടെ അച്ഛൻ ഒരു സ്വിമ്മിംഗ് കോച്ച് ആയിരുന്നപ്പോൾ മരിച്ചതുകൊണ്ട് അവൾക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പേടി. അതുകൊണ്ട് അവൾ ഇപ്പോഴും സ്വിമ്മിങ്ങിനെക്കാളും പനിഷ്മെന്റ് ബെറ്റർ എന്ന് പറഞ്ഞ് ഇവരെണ്ടും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ട് ഇവളും സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവളുടെ മാനേജറാണ് കുറെ റൗഡി പയ്യന്മാർ ഒരുത്തൻ അടിച്ചിട്ട് പഞ്ഞി കിട്ടുന്ന ആ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കും. അങ്ങനെ ആ വ്യക്തിമാരാന്ന് ആർക്കും മനസ്സിലായില്ലെന്ന് അദ്ദേഹം ന്യൂസ് കേൾക്കുമ്പം ഇവൾക്കാണ് ബോഹാനായിരിക്കും ഓർമ്മ വരുന്നത്. അപ്പോഴാണ് ഇവളെ കാണുന്ന മാനേജറാണ് ഇവളെന്തോ കുറെ ആലോചിച്ചിടുന്നുണ്ട്. ഇവളുടെ ഫോക്കസ് ഫുൾ ഇവിടെ അല്ലെങ്കിൽ ഇന്ന് നേരത്തെ തന്നെ പോവാന്ന് പറഞ്ഞ ഉടനെ അവൾ അപ്പം തന്നെ എങ്കിൽ പിന്നെ താങ്ക്സ് ചേട്ടാന്ന് പറഞ്ഞിട്ട് അവൾ ബോഹാനെ കാണാൻ വേണ്ടി പോകും. കാരണം അവനെ ഓർത്താണ് ഇവള് വിഷമിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അവന്മാർ തന്ന അഡ്രസ്സും വെച്ചുകൊണ്ട് അവൻ്റെ വീടിൻ്റെ പുറത്ത് നിന്നുകൊണ്ട് ഞാൻ ജസ്റ്റ് ഫോൺ കൊടുക്കാൻ വേണ്ടി വന്ന വേറെ ഇൻറ്റൻഷൻ ഒന്നുമില്ലെന്ന് അവൾ കുറെ ഇങ്ങനെ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ കോളിംഗ് ബെല്ലടിച്ച് ഇവളും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അതേസമയം ബോഹാനാണ് സത്യത്തിൽ നല്ല അടിയാണ് കിട്ടിയത്. അപ്പോഴാണ് ഇവൾ വന്നേക്കുന്നുണ്ട്. അവനെ മുറിവൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഇവളുടെ അടുത്തേക്ക് വരും. അപ്പോഴാണ് അവളും പെട്ടെന്ന് ഇവൻ്റെ ഫേസ് ഒക്കെ ചുമന്നിരിക്കുന്നുണ്ട്. അവന്മാർക്ക് ഇവനായിട്ട് അടിച്ചോന്ന് ചോദിക്കും. ഇത് കേട്ട് അവനാണ് അങ്ങനെയൊന്നുമില്ലെന്ന് പറഞ്ഞ് ഇവൾ വിഷമിക്കാതിരിക്കാൻ വേണ്ടി പറയും. അതോടെ അവള് എങ്കിൽ പിന്നെ ഇത് ചോദിക്കാനോ വന്നെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുമ്പോഴാണ് ഇവന് ജസ്റ്റ് ഇത് ചോദിക്കാൻ വേണ്ടിയാണോ ഇത്ര എന്തേലും വന്നേം ചോദിക്കും. അപ്പോഴാണ് അവള് പെട്ടെന്ന് ഓർമ്മിപ്പിച്ചിട്ട് ഞാൻ ഈ മൊബൈൽ തരാൻ വേണ്ടി വന്നേന്ന് പറഞ്ഞ് പെട്ടെന്ന് അവൻ്റെ മൊബൈൽ എടുത്തിട്ട് അവളോട് ഓടിപ്പോകും. അപ്പോഴാണ് ആ ഷിൻ അവിടേക്ക് വരുന്നത്. ഇത് കണ്ട് ഇവളാണ് പേടിച്ച് ഇനി ഇവള് കണ്ട വല്ലതും തെറ്റിയിരിക്കുമെന്ന് പറഞ്ഞ് പെട്ടെന്ന് ബോഹാന്റെ വീടിനകത്ത് കയറി ഒളിഞ്ഞിരിക്കും. അപ്പോഴാണ് ഇത് കാണുന്ന അവളാണ് ദേഷ്യത്തി നീ അവിടെ ഇരിക്കുന്നത് എനിക്ക് അറിയാടി എന്ന് പറഞ്ഞ് അവൾ ദേഷ്യത്തി ബോഹാനെ വിളിച്ചോണ്ടിരിക്കും. പക്ഷെ അവനാണ് ഡോർ തുറക്കാതെ എൻ്റെ വീട്ടിൽ ഇപ്പോൾ ഒരു ഗസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് ഇവളെ പോകാൻ വേണ്ടി പറയും. പക്ഷെ അവള് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യം സംസാരിക്കണമെന്ന് പറയുമ്പം അവൻ എന്ത്
കാര്യമുണ്ടെങ്കിലും എൻ്റെ വീട്ടൊരു ഗസ്റ്റ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അവളെ പിന്നെ വരാൻ വേണ്ടി പറയും. അതിനുശേഷം അവൾ അവിടെ ദേഷ്യത്തിൽ പോകുമ്പോഴാണ് ഇവളുടെ കൂടെ തന്നെ ഞാനും ഫോളോ ചെയ്ത് തന്നെ പോയിക്കൊണ്ടിരിക്കും. കാരണം ഇവന്മാര് ബോഹാനെ അടിച്ച കാര്യം അവൾ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. അതുകൊണ്ട് അവളാണ് ദേഷ്യത്തിൽ ഇവനെ മൈൻഡ് ചെയ്യത്തില്ല. അതിനുശേഷം ഇവിടെ അവളാണ് ഇനിയിപ്പോൾ അവൾ പോയതില്ലെന്ന് ആർക്കറിയാന്ന് ഇവള് കുറെ ഇങ്ങനെ ടെൻഷനായിരിക്കുമ്പം അവനെങ്കിൽ പിന്നെ കുറെ താമസം ഇനി പതിയെ പോയാതെന്ന് പറഞ്ഞ് അവൻ കൊണ്ടാക്കുന്നവരെ അകത്തുനിന്ന് വെയിറ്റ് ചെയ്യാൻ പറയും. അതിനുശേഷം അവൾ കുറച്ച് പ്രിൻസിപ്പിൾ ആണെന്ന് പറഞ്ഞ് ടെൻഷനായിട്ടിരിക്കുമ്പം അവൻ്റെ അമ്മ വരാൻ കുറെ താമസിക്കുന്നു പറയും. അതുകൊണ്ട് അവൾ ആശ്വാസത്തിൽ അവൾ പോകുന്നവരെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞ് ഇവൾ അവിടെ ചെന്നിരിക്കുമ്പോഴാണ് ഇവന് കുടിക്കാൻ ജ്യൂസൊക്കെ വേണമെന്ന് പറഞ്ഞ് ഇവൾക്ക് ഇഷ്ടപ്പെട്ട സ്ട്രോബെറി ജ്യൂസൊക്കെ എടുത്തു കൊടുക്കും. പക്ഷെ സത്യത്തിൽ അവന് സ്ട്രോബെറി ഒന്നും ഇഷ്ടമല്ല. പക്ഷെ അവൻ്റെ ഫ്രിഡ്ജ് നിറച്ചിപ്പോൾ സ്ട്രോബെറി ജ്യൂസാണ് ഉള്ളത്. ഇതേ സമയം ഞാനും കാർ എടുത്തുകൊണ്ട് അവളുടെ പുറകെ ചെല്ലുമ്പോഴാണ് ഇവളാണ് ഇവനൊന്നും മൈൻഡ് ചെയ്യത്തില്ല. കാരണം ഇവൾക്ക് ബോഹാനെ കാണണമെന്ന് പറഞ്ഞാണ്. അതുകൊണ്ട് വരത്തില്ലെന്ന് പറഞ്ഞ ബോഹാനെ ഇവന്മാരടിച്ചിട്ട് അവളെ ചെന്ന് കാണാൻ പറഞ്ഞ്. പക്ഷെ അവൻ അടി വാങ്ങിയിട്ടും ഇവളെ കാണത്തില്ലെന്നാ പറഞ്ഞ അവസാനം. അതുകൊണ്ട് അവൻ അടിച്ച് ഇങ്ങനെ ഉപദ്രവിച്ചോണ്ട് ഇവളും ദേഷ്യത്തിരിക്കുമ്പം ഇപ്പൊ മെങ്ഷി അവിടെ ഉള്ളതുകൊണ്ട് അവൾക്കിട്ട് ഒരു പണി എടുക്കണമെന്ന് ബോഹാന്റെ അമ്മയെ ഫോൺ വിളിച്ച് ഇവള് വീട് വരെ ഒന്ന് വന്നായിരുന്നു പറയും. പക്ഷെ വീട്ടിലങ്ങ് ആരില്ലെന്ന് പറഞ്ഞ് ഇവള് പെടുന്ന ഫോൺ കട്ട് ചെയ്യുമ്പം അടുത്ത സീനിൽ തന്നെ നമുക്കറിയാം അവന്റെ അമ്മ നേരെ വീട്ടിലേക്കായിരിക്കും പോകുന്നത്. അങ്ങനെ അത് തന്നെയാണ് ഇവളുടെ പക്ക ഐഡിയ. അതിനുശേഷം ഇവിടെ മിങ്ഷിയാണ് അവന്മാരടിച്ച് പഞ്ഞി കിട്ടാണ്ടാണ് ഇന്ന് കോളേജ് വരെ എത്തുകയും ചെയ്യിക്കും. അപ്പോഴാണ് അവൻ തന്നെ ഞാൻ ഉറങ്ങിപ്പോയെന്ന് പറഞ്ഞ ഉടനെ ഇവൾ ഉറങ്ങിയിട്ടാണോ ചുണ്ടലൊക്കെ ഇങ്ങനെ ചുമന്നിരിക്കുകയും ചെയ്യിക്കും. അപ്പോഴാണ് അവനും അപ്പൊ എന്നോട് കുറെ സ്നേഹമൊക്കെ ഉണ്ടെന്ന് ചോദിക്കുമ്പം അവള് സ്നേഹം എന്തായാലും ഞാൻ ചുമ്മാ ചോദിച്ചാന്ന് പറഞ്ഞ് പെടുന്ന വിഷയം അങ്ങ് മാറ്റും. കൂടാതെ അവന്മാരൊക്കെ എന്തുകൊണ്ട് ഇവന് ഭക്ഷണം കൊടുക്കുന്നതെന്ന് അവൾക്ക് ഏകദേശം എല്ലാം മനസ്സിലായെന്ന് പറയും. അവരാണ് ഇത് കേട്ട് അവനും നിനക്കെന്തോ മനസ്സിലായെന്ന് പറഞ്ഞ് അവളോട് ചോദിക്കുമ്പം അതേസമയം തിരിച്ച് വീട്ടിലേക്ക് അവന്റെ അമ്മ എത്തും. അതുകൊണ്ട് അവനാണ് എന്റെ അമ്മ വന്നല്ലോ എന്ന് പറയുമ്പം ഇവള് പേടിച്ചിട്ട് പ്രിൻസിപ്പളാന്ന് പറഞ്ഞ് ആ ജ്യൂസൊക്കെ അവൻ ഷട്ടിനകത്ത് ചോദിച്ചിട്ട് അവിടെ നിന്ന് ഓടിപ്പോകും. അങ്ങനെ അവളും കിച്ചണിൽ ചെന്ന് ഒളിഞ്ഞിരിക്കുമ്പോഴാണ് ഇവനും ബുക്ക് എടുത്ത് വായിക്കുന്നവരെയൊക്കെ നാടകം കളിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കണ്ട് അവന്റെ അമ്മയും ഇതാരോടെ സ്ട്രോബെറി ജ്യൂസൊക്കെ കുടിച്ചേക്കുന്നതെന്ന് പറഞ്ഞ് അവനോട് ചോദിക്കും. അപ്പോഴാണ് അവനും എനിക്കിപ്പോഴൊക്കെ സ്ട്രോബെറി ജ്യൂസ് കൂടുതൽ ഇഷ്ടപ്പെട്ടെന്ന് അവനും കിച്ചണിൽ വന്ന് ഇവളെ നോക്കി പറഞ്ഞുകൊണ്ടിരിക്കും. ഇതേസമയം ഇവളാണ് ഇത് കേട്ട് ഷോക്കായിട്ട് ഇവൻ എന്നെ കാണിച്ചു കൊടുക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് അവൾ അങ്ങോട്ടേക്ക് അങ്ങ് നീങ്ങിപ്പോകും. എന്നിട്ട് അവന്റെ അമ്മയും ഇവന്റെ ഡ്രസ്സ് ഫുൾ അഴുക്കായിരിക്കുന്നുണ്ട് അതെന്താ ഇതുവരെ മാറ്റത്തെന്ന് പറഞ്ഞ് അവന് റൂമിലേക്ക് പറഞ്ഞയക്കും. ഇതേസമയം അവൾ അവൻ്റെ കൂടെ തന്നെ റൂമിലേക്ക് ചെന്നിട്ട് ഇനിയിപ്പോൾ ഞാൻ എങ്ങനെ ഇവിടെ നിന്ന് പോകുമെന്ന് പറഞ്ഞ് അവളും കുറെ ചോദ്യം ചെയ്യും. പക്ഷെ അവനാണ് ഒന്നും പറയാതെ പെട്ടെന്ന് ലൈറ്റൊക്കെ ഓൺ ചെയ്ത് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുമ്പം ഇത് കണ്ട് ഇവളാണ് പേടിച്ചിട്ട് നിനക്ക് പറഞ്ഞിട്ടൊന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞ് അവനെ വഴക്കുറയും. അപ്പോഴാണ് അവനും ഞാൻ എന്ത് ചെയ്യാനാ ഡ്രസ്സ് മാറ്റില്ല എൻ്റെ അമ്മ എന്നെ വഴക്കുറയും. നീ ഒരു കാര്യം ചെയ്യും ഞാനിപ്പോൾ താഴ്ച അമ്മയോട് സംസാരിച്ചോണ്ടിരിക്കാം നീ നൈസിനെ അങ്ങ് പോയാൽ മതി. എന്നിട്ട് ഇവൻ പറയുമ്പോഴാണ് അവളും എന്തോ ഇപ്പൊ പോവാനോ ഞാൻ വിചാരിച്ച് നിന്റെ അമ്മ ഉറങ്ങിയ ശേഷം നീ എന്നെ കൊണ്ടാക്കുന്ന. എന്നിട്ട് അവൾ പറയുമ്പോഴാണ് അവനും അയ്യടി എൻ്റെ അമ്മ ഉറങ്ങുന്നതൊക്കെ പാതിരാത്രിക്ക അതുവരെ നീ ഇവിടെ തന്നെ നിൽക്കുമോ അതൊക്കെ സീന നീ എന്നെ വിശ്വസിക്ക് ഒരു 2 മിനിറ്റിനുള്ളിൽ ഞാൻ സിഗ്നൽ എടുക്കും അപ്പം നീ ഇറങ്ങി വന്നോ. എന്നിട്ട് അവൻ താഴേക്ക് ചെന്നിട്ട് അവൻ്റെ അമ്മയോട് സംസാരിച്ചോണ്ടിരിക്കും. അമ്മ ഞാൻ പറഞ്ഞില്ല ഞാൻ വിദേശത്തൊന്നും പോകുന്നില്ല. എന്നിട്ട് ഇവന് സ്റ്റാർട്ട് ചെയ്ത ഉടനെ അവൻ്റെ അമ്മയാണ് ദേഷ്യത്തി എടാ ഞാൻ എത്ര പ്രാവശ്യം പറയണം നിന്റെ ഫ്യൂച്ചറിനെ കുറിച്ച് നീ ഒന്ന് ആലോചിക്കുന്നില്ലേ. എന്നിട്ട് പഴയതുപോലെ അടി ഉണ്ടാകുമ്പം അവസാനം അവൻ്റെ അമ്മയും എന്താന്ന് വെച്ചാൽ ചെയ്തെന്ന് പറഞ്ഞിട്ട് അവർ റൂമിലേക്ക് അങ്ങ് പോകും. അങ്ങനെ ഈ ചാൻസ് യൂസ് ചെയ്ത് അവനും അവളെ നൈസിനെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് അങ്ങ് പോകും. അങ്ങനെ ഇവൾ തിരിച്ച് വീട്ടിലെ പോകുന്ന വഴിക്ക് വെച്ചാൽ അവളുടെ കൂട്ടുകാരെ ഫോൺ വിളിച്ചു നോക്കുന്നത്. പക്ഷെ അവളാണ് ഞാൻ ബിസിയാന്ന് പറഞ്ഞ് പെടുന്ന ഫോൺ കട്ട് ചെയ്യും. അങ്ങനെ അവളുടെ ബിസി വേറൊന്നുമല്ല ആ ചെന്നിനെ വായി നോക്കുന്ന. അപ്പോഴാണ് അവനാണ് ഇവളെ കണ്ടെത്തിയിട്ട് നീ കുറെ സമയമായിട്ട് എന്നെ ഫോളോ ആണല്ലോ എന്ന് പറഞ്ഞ് അവളെ പിടിച്ച് ചോദ്യം ചെയ്യും. അപ്പോഴാണ് അവളും നീ എന്തോ മുറിവിനെ കുറിച്ചുള്ള ബുക്കൊക്കെ പഠിക്കുന്നതിന് ഇവൻ എന്തെങ്കിലും മുറിവുണ്ടെന്ന് ചോദിക്കും. അതിനുശേഷം അവനും ഇവളിനിപ്പോൾ ഇത് പാട്ടാക്കുമല്ലോ എന്ന് പറഞ്ഞ് പേടിച്ചു പോയി അവളെ വിളിച്ചിട്ട് സംസാരിക്കും. അപ്പോഴാണ് അവിടേക്ക് വരുന്ന മെങ്ഷിയാണ് ഇത് കണ്ടിട്ട് ഇതാണോടെ നിന്റെ ബിസി എന്ന് പറഞ്ഞ് അവളെയും വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് കൂട്ടുകാരിയും ഒരാളെ വായി നോക്കിയതുപോലെ തെറ്റുണ്ടെന്ന് പറഞ്ഞ് ഇവളെന്തിനാ ബോഹാന്റെ വീട്ടിലെ പോകാനൊക്കെ ഇവളെ ഫോൺ വിളിച്ചാൽ ചോദിക്കും. അപ്പോഴാണ് മിങ്ഷിയും അവന്റെ ഫോൺ കളഞ്ഞു പോയതുകൊണ്ട് അവന്റെ വീട്ടിൽ അവസാനം പെട്ടുപോയെന്ന് പറയും. അങ്ങനെ എല്ലാ കാര്യം എടുത്തു പറയുമ്പം ഇത് കേട്ട് അവളും രണ്ടുപേരും കൂടെ ഒറ്റയ്ക്ക് എന്തായിരുന്നു പറഞ്ഞ് ഇവളെ കളിയായിക്കൊണ്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം അടുത്ത ദിവസം മെങ്ഷി രാവിലെ തന്നെ കോളേജിലേക്ക് ഓടി ചെല്ലുമ്പോഴാണ് ഇവളുടെ ഫ്രണ്ട് ബോഹാനാണ് വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കണ്ട അവളും ഇവനിത് എന്തോ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പം അവന് കഴിക്കാൻ വേണ്ടി ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ട് നീ രാവിലെ മാരത്തോൺ ഇങ്ങനെ പ്രാക്ടീസ് എടുക്കുന്നുണ്ട് ഫുഡൊന്നും കഴിക്കാത്തതെന്ന് പറഞ്ഞ് അവളെ ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടി പറയും. അതിനുശേഷം അവനും ഇന്നൊരു ദിവസം റെസ്റ്റ് എടുത്തെന്ന് പറഞ്ഞിട്ട് അവന്റെ സൈക്കിൾ പിടിച്ചോണ്ട് പോകും. അങ്ങനെ ഇവളും കുറെ ലേറ്റ് ആയതുകൊണ്ട് ഇന്നത്തെ ദിവസം അവൻ്റെ കൂടെ ആയിരിക്കും സൈക്കിളിൽ പോകുന്നത്.隔壁家阿伯举办出酒楼，可愁坏了儿女。他那脾气是关在花养鱼和楼下黄梅戏。
പക്ഷെ അവളാണ് കോളേജ് എത്തിയ ഉടനെ ഇവന് താങ്ക്സ് പറയാതെ മുങ്ങാൻ വേണ്ടി നോക്കും. അപ്പോഴാണ് ഇത് കണ്ട അവനും കുറച്ചെങ്കിലും ഡീസന്റ് ഉണ്ടെങ്കിൽ നീ താങ്ക്സ് പറഞ്ഞേനെന്ന് അവളോട് ചോദിക്കുമ്പം ഇവളാണ് അറിയാതെ അവിടുത്തെ സൈക്കിളെല്ലാം കൂടെ അങ്ങ് തട്ടിയിടും. പക്ഷെ കറക്റ്റ് സമയം ബെല്ലടിച്ച ഉടനെ ഇവളും പിന്നെ ഒന്ന് എടുത്തേക്കാന്ന് പറഞ്ഞിട്ട് ക്ലാസ്സിലേക്ക് അങ്ങ് പോകും. പക്ഷെ ഇതെല്ലാം കൂടെ പ്രിൻസിപ്പൾ അവിടെ നിന്ന് കണ്ടുകൊണ്ടിരുന്ന. അങ്ങനെ ഇംഗ്ലീഷ് ക്ലാസ് കഴിഞ്ഞ് എല്ലാവരും കൂടെ ഹോംവർക്ക് സബ്മിറ്റ് ചെയ്യാൻ പറയുമ്പം മിങ്ഷയാണ് മറന്നുപോയി അവൾ വീട്ടിൽ തന്നെ വെച്ച് കാണും. അതുകൊണ്ട് ഈ കാര്യം അറിഞ്ഞ് പ്രിൻസിപ്പളാണ് അവളെ വിളിച്ച് വഴക്കുറയും. ഇവൾക്ക് സ്കോളർഷിപ്പ് വഴി ഇവിടെ പഠിക്കണമെങ്കിൽ ഇംഗ്ലീഷിൽ നല്ല മാർക്ക് വാങ്ങിച്ചാൽ പറ്റത്തുള്ളൂ. പക്ഷെ ഇവൾ പറഞ്ഞ പോലെ മാർക്ക് ഇതുവരെ ഇമ്പ്രൂവ് ആയില്ല. കൂടാതെ ഇന്ന് ഹോംവർക്ക് എഴുതില്ലെന്ന് ഇംഗ്ലീഷ് ടീച്ചർ ഇവരോട് പറഞ്ഞ കംപ്ലൈന്റ് ഒക്കെ പറയുമ്പം അവളാണ് ഹോംവർക്ക് സത്യമായിട്ട് ഞാൻ മറന്നുപോയതാന്ന് പറഞ്ഞ് പ്രിൻസിപ്പളിനോട് സോറി പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവരും എന്തായാലും വരാൻ പോകുന്ന എക്സാമിന് നീ നല്ല രീതിക്ക് A+ വാങ്ങിച്ചാൽ നിനക്ക് ഇവിടെ പഠിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പം അവളാണ് ഷോക്കായി A+ തന്നെ വേണമെന്ന് പറഞ്ഞ് ചോദിക്കും. കാരണം ഇംഗ്ലീഷ് A+ വാങ്ങിക്കുന്ന അവൾക്ക് അത്രയ്ക്കും പാടാ. അപ്പോഴാണ് അവരും സ്കോളർഷിപ്പ് പഠിക്കുന്നവർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞ് ഇവളെ നല്ലോണം പഠിക്കാൻ പറഞ്ഞിട്ട് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഇവള് തള്ളിയിട്ട് സൈക്കിളൊക്കെ നേരെ വയ്ക്കാൻ പറഞ്ഞ് അവളെ അവിടെ നിന്ന് പറഞ്ഞയക്കും. അങ്ങനെ ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ട് ഇവള് സൈക്കിളൊക്കെ എടുത്ത് വെച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ അതേസമയം ഷിന്നാണ് ദേഷ്യത്തി ആ മിങ്ഷി ആലോചിച്ച് പേപ്പറെല്ലാം കത്തിച്ചളഞ്ഞിട്ട് എന്റെ ഗെയിം ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുള്ളതെന്ന് പറഞ്ഞ് അവളുടെ ലോകത്തിൽ നിന്ന് മിങ്ഷി എടുത്തു കളയാൻ തീരുമാനിക്കും. ഇതേസമയം മിങ്ഷിയാണ് സന്തോഷത്തി പ്രിൻസിപ്പൾ എനിക്ക് വേണ്ടി യൂണിഫോം ഫ്രീ ആയിട്ടൊക്കെ തരുമെന്ന് പറഞ്ഞ് അവൾ സൈക്കിളൊക്കെ സന്തോഷിച്ച് എടുത്തു വെച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അവിടേക്ക് ഷിന്ന് വന്നുടനെ ഇത് കണ്ട് മിങ്ഷിയാണ് ഇന്നലെ കണ്ടത് ജസ്റ്റ് മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ് അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുമ്പം ഇവൾ അപ്പം തന്നെ ദേഷ്യത്തി ഇവൾ എടുത്ത് വെച്ച സൈക്കിളെല്ലാം കൂടെ തട്ടിയിടും. ഇതോടെ മിങ്ഷിയാണ് ദേഷ്യത്തി നിന്റെ സ്വഭാവം ഇപ്പോഴാണ് പുറത്തു വരുന്നതെന്ന് പറഞ്ഞ് അവൾക്ക് അവസാനം ഷിന്നാരെന്ന് മനസ്സിലാവും. ഇതേസമയം അവളാണ് ആ ബോഹൻ നിന്നോട് നല്ല രീതിയിൽ സംസാരിക്കുന്ന പറഞ്ഞ് അവൻ നിന്നെ സ്നേഹിക്കുവാന്ന് അർത്ഥമല്ലെന്ന് അവന്റെ അടുത്ത് നിന്ന് ഇവളെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടി പറയും. ഇത് കേട്ട് അവളാണ് അതിന് ഞാൻ ബോഹാനൊന്നും സ്നേഹിക്കുന്നില്ല, നീയാ ചുമ്മാ കുറെ ആലോചിച്ചുവിടുന്നെന്ന് പറഞ്ഞ് ഇനി മേലെ അതും പറഞ്ഞ് ഇവളെ ശല്യപ്പെടുത്തില്ലെന്ന് പറയും. അങ്ങനെ നിങ്ങൾ തമ്മിലെല്ലാം പ്രശ്നമുണ്ട് അത് നിങ്ങളായിട്ട് തീർക്കെന്ന് പറഞ്ഞ് മിങ്ഷിയുടെ പോയിന്റ് എടുത്ത് പറയുമ്പം അവളാണെ അന്ന് വിശ്വസിക്കാതെ നിന്റെ അഭിനയിക്ക് ഇവിടെ നിർത്തിക്കോ, ഇവിടെ അങ്ങ് ആരുമില്ല, ചുമ്മാ നല്ല പെങ്കൊച്ചിനെ പോലെ ആക്ട് ചെയ്യണ്ട, നീ ബോഹാനെ വീഴ്ത്തുള്ള ട്രിക്കാന്ന് എനിക്കറിയാം എന്നിട്ട് ഇവളും പറഞ്ഞ ഉടനെ മിങ്ഷിയാണ് ഭയങ്കര ദേഷ്യത്തി ഞാൻ എന്ത് ട്രിക്കാണ് യൂസ് ചെയ്തതെന്ന് ഇവരത്തെ തർക്കമാകും. അപ്പോഴാണ് അവിടേക്ക് വരുന്ന ബോഹാനാണ് ഇനി കൂടുതൽ നീ സംസാരിക്കണം എന്ന് പറഞ്ഞ് അവൻ ഷിന്നിനെ തടഞ്ഞു നിർത്തി മിങ്ഷിയുടെ ഒപ്പം ചെന്ന് നിൽക്കും. അപ്പോഴാണ് ഷിന്നാണ് ഇതുകൊണ്ട് ദേഷ്യത്തി ഇവള് നിന്നെ മൈക്ക് എടുക്കാൻ വേണ്ടി ചുമ്മാ ആക്ട് ചെയ്യാന്ന് അവളും കുറെ വാചകം അടിക്കുമ്പം ഇവനാണ് നിനക്ക് എന്നായിട്ടുള്ള പ്രശ്നമുണ്ട് നീ അത് എനിക്ക് നേരെ ഡീൽ ചെയ്യുന്ന പറഞ്ഞിട്ട് അവള് വെറുതെ ഇടാൻ വേണ്ടി പറയും. അപ്പോഴാണ് ഷിന്നും അതെങ്ങനെ ഇവളുടെ പ്രശ്നം ഇല്ലാതായി പോന്നെ, നീ ഇനിയും മൈൻഡ് ചെയ്യാതിരുന്ന ഞാൻ അവളുടെ പുറകെ തന്നെ ചെന്ന് അവള് ഹേട്ട് ചെയ്യും. എന്നിട്ട് ഇവള് പറഞ്ഞോടെ മിങ്ഷിയാണ് ദേഷ്യത്തി നീ ഹേട്ട് ചെയ്ത് ഞാൻ നോക്കി നിൽക്കുവോ, നിനക്കൊല്ല അവനായിട്ട് പ്രശ്നമുണ്ട് അത് നിങ്ങൾ തമ്മിൽ സംസാരിച്ച് തീർക്ക്, വെറുതെ എന്നെ എന്തിനാ ബന്ധപ്പെടുത്തുന്നത് എന്നിട്ട് അവളും പറയുമ്പോഴാണ് ഇതുകൊണ്ട് ബോഹാനാണ് ഷിന്റെ അടുത്ത് ചെന്നിട്ട് നിനക്ക് ഇന്നലെ എന്തോ പറയണമെന്ന് പറഞ്ഞില്ലേ, നിനക്കതാ അവസാനമായിട്ട് ചാൻസ് തരാം, വേണം ഇപ്പൊ തന്നെ പറയാവളെല്ലാം പറഞ്ഞു എന്നിട്ട് അവളെയും വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ അതോടെ നമ്മൾ ഇടുന്നത് എപ്പിസോഡ് എടുത്തിരുന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിലെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് നാളെ കാണാം.